തിരുമുഖ 2025 പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ യുവജനങ്ങളോട് ഇങ്ങനെ പറയുന്നു: യുവാവായിരിക്കുന്നത് ഒരു കൃപയാണ്, ഒരു അനുഗ്രഹമാണ്. യൗവനം യുവാക്കൾക്ക് ഒരു അനുഗ്രഹീത സമയവും. അതെ, യുവത്വം ഒരു കൃപയാണ്. ആഴത്തിൽ മനസ്സിലാക്കാൻ, സ്വന്തം വ്യക്തിത്വത്തെ രൂപപ്പെടുത്താൻ, സമൂഹത്തോട് ചേർന്ന് നിൽക്കാൻ, എല്ലാത്തിനുപരി നല്ലൊരു മനുഷ്യനാകാൻ. കേരള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം യുവജനങ്ങളുടെ ആധ്യാത്മിക, സാമൂഹിക, സാമുദായിക, സാഭാത്മക വളർച്ചയ്ക്ക് കരുത്തു പകരുവാൻ, ദിശാബോധം നൽകുവാൻ യുവജനങ്ങൾക്ക് ആവേശമായ പ്രസ്ഥാനം. അതാണ് കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനം അഥവാ KCYM. പൗലോസ് ശ്ലീഹ റോമാക്കാരുടെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്ക് പരിണമിക്കുമെന്ന്. നമ്മുടെ പദ്ധതികൾ ക്രിസ്തുവിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആലപ്പാറ KCY യൂണിറ്റിന്റെ ഏറ്റവും ആദരവോടും കൂടി നിങ്ങൾക്ക് മുമ്പിൽ സഹർഷം അവതരിപ്പിക്കുന്നു തിരുമുഖം 2025 ഈശ്വര ഗാനത്തോടൊപ്പം ഈ സദസ്സ് നമുക്ക് ആരംഭിക്കാം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ മാൾമുനയേറ്റി പാടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു: എന്റെ പിതാക്കന്മാരുടെ ദൈവമേ, കരുണാമയനായ കർത്താവേ, വചനത്താൽ അങ്ങ് സകലവും സൃഷ്ടിച്ചു. ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി, സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയപരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനും ആണല്ലോ. അവിടുന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ. അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ. അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ. ഞാൻ അങ്ങയുടെ ദാസനും ദാസിയുടെ പുത്രനും ദുർബലനും അല്പായുസും നീതി നിയമങ്ങളിൽ അല്പജ്ഞനുമാണ്. മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനാണെങ്കിലും അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവനൊന്നുമല്ല. എന്നെ അങ്ങയുടെ ജനത്തിന്റെ രാജാവും അങ്ങയുടെ മക്കളുടെ വിധികർത്താവുമായി അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. ആരംഭത്തിലെ അങ്ങൊരുക്കിയ വിശുദ്ധ കൂടാരത്തിന്റെ മാതൃകയിൽ അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആലയവും ആവാസഗതിയിൽ ബലിപീഠവും പണിയാൻ അങ്ങ് എന്നോട് ആജ്ഞാപിച്ചു. അങ്ങയുടെ പ്രവൃത്തികൾ അറിയുകയും ലോകസൃഷ്ടിയിൽ അങ്ങയോടൊത്തുണ്ടാവുകയും ചെയ്ത
അങ്ങേക്ക് പ്രസാദകരവും അങ്ങയുടെ നിയമം അനുസരിച്ച് ശരിയുമായ കാര്യങ്ങൾ അറിയുന്ന ജ്ഞാനം അങ്ങയോടൊത്ത് വാഴുന്നു. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. കർത്താവിന്റെ വചനം. ഈ വാർഷിക സമ്മേളനത്തിൽ സ്വാഗതം അർപ്പിക്കാനായി വൈസ് പ്രസിഡന്റ് ആത്മജയെ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുവിൽ എന്ന പ്രബോധനത്തിലൂടെ പാപ്പ യുവാക്കൾക്ക് അവരുടെ ജീവിതം യേശുവിനോടുള്ള അതേ എന്ന വാക്കിൽ അർത്ഥം കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ ജീവിതം യേശുവിനുള്ള അതേ എന്ന വാക്കിൽ അർത്ഥം കണ്ടെത്തും. ഈ അതേ നമ്മെ സേവനത്തിനും ഉത്തരവാദിത്തത്തിനും പ്രേരിപ്പിക്കുന്നു. വേദിയിലായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ എൻ്റെ കർത്തവ്യം സ്വാഗതം അർപ്പിക്കുക എന്നതാണ്. ആദ്യമായി അധ്യക്ഷ പ്രസംഗത്തിനായി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഫൊറോന KCYM പ്രസിഡന്റ് കുമാരി അമൃതയെ സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന രൂപത വികാരി ജനറലും നമ്മുടെ ഇടവക വികാരിയുമായ റവറൻഡ് ഡോക്ടർ മോൺസിനോർ വിൻസെന്റ് പീറ്റർ അച്ഛനെയും ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കാനായി കടന്നു വന്നിരിക്കുന്ന ഫാദർ അരുൺ പി ജിത്തച്ഛനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റിപ്പോർട്ട് അവതരണത്തിനായി KCYM ജോയിന്റ് സെക്രട്ടറിയായ രാഹുലിനെയും ജീസസ് യൂത്ത് പ്രതിനിധിയുമായ ആര്യ സുരേന്ദ്രനെയും ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. കൃതജ്ഞത അർപ്പിക്കുന്ന ആൻജോ ബിബിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും യുവജനങ്ങളെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നടത്തുന്നു. നന്ദി. KCYM പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കാനായി ജോയിന്റ് സെക്രട്ടറി രാഹുലിനെ ക്ഷണിക്കുന്നു. യുവജന ശുശ്രൂഷയുടെ വാർഷിക റിപ്പോർട്ട്. വിശുദ്ധ പുരുഷന്റെ ദേവാലയം ആലപ്പാറ ഇടവകയുടെ 2024 ജൂൺ മുതൽ 2025 മെയ് വരെയുള്ള യുവജന ശുശ്രൂഷയുടെ പ്രവർത്തന റിപ്പോർട്ട്. 16/6/2024 ഞായറാഴ്ച രണ്ടാമത്തെ ദിവ്യബലിക്ക് ശേഷം വെൽക്കം ടു KCYM സംഘടിപ്പിക്കുകയുണ്ടായി. പുതുതായി 16 അംഗങ്ങളെ സ്വാഗതം ചെയ്തു. ശേഷം ANCCAയുടെ നേതൃത്വത്തിൽ യുവജന ശുശ്രൂഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിക്കും. 2024 ജൂൺ 29 മുതൽ എല്ലാ മാസവും ദിവ്യബലിക്ക് ശേഷം ദ സെനിയോറിറ്റി പാർക്ക് അഥവാ സെമിത്തേരി ക്ലീനിംഗ് നടത്തിവരുന്നു. യുവജനങ്ങളുടെ നേതൃത്വത്തിൽ പുൽക്കോട് നിർമ്മാണം എല്ലാ വർഷവും എല്ലാവർക്കും സമ്മാനമെന്ന ലക്ഷ്യത്തോടെ ക്രിസ്മസ് ട്രീ നറുക്കെടുപ്പും എല്ലാ വർഷവും വിജയകരമായി നടത്തിവരുന്നു. 8/12/2024 വൈകുന്നേരം 4 മണിക്ക് നടന്ന ജനറൽ ബോഡി മീറ്റിംഗിൽ ഇടവകാരി റവറൻഡ് ഫാദർ ഡോക്ടർ മോൺസിഞ്ഞർ വിൽസൺ K. പീറ്റർ അച്ഛന്റെയും സഹകാരി അരുൺ പി ജിത്ത് അച്ഛന്റെയും നേതൃത്വത്തിൽ 2025-27 കാലയളവിലെ യുവജന ശുശ്രൂഷയുടെ പുതിയ സമിതി രൂപീകരിച്ചു. പ്രസിഡന്റായി ആസ്ട്രിരാജിനെയും വൈസ് പ്രസിഡന്റായി ആത്മജ BCയെയും സെക്രട്ടറിയായി റോഷ്ന റോബർട്ടിനെയും ജോയിന്റ് സെക്രട്ടറിയായി രാഹുൽ ആറിനെയും അക്കൗണ്ടന്റായി മേഘ മണിയനെയും കൗൺസിലേഴ്സായി അർച്ചന സുരേന്ദ്രൻ, ബിപിൻ ഫ്രാൻസിസ്, റോയ് എന്നിവരെയും തിരഞ്ഞെടുത്തു.
12/1/2025 ആദ്യ ജനറൽ ബോഡിയും 9/2/2025 ആദ്യ എക്സിക്യൂട്ടീവ് മീറ്റിംഗും നടന്നു. 31/3/2025 നടന്ന കുരിശുമല തീർത്ഥാടനത്തിൽ കുരിശിന്റെ വഴിയിൽ പീഡാസഹനത്തിന്റെ ദൃശ്യാവിഷ്കാരവും വോളണ്ടീഴ്സായിട്ടും യുവജനങ്ങൾ സേവനമനുഷ്ഠിച്ചു. വിശുദ്ധവാര ദിനങ്ങളിൽ ദേവാലയവും പരിസരവും അലങ്കരിച്ചു. 4/6/2025 ആതിരയുടെ കല്യാണത്തിന് മംഗല്യ സഹായം കൈമാറി. നിലവിൽ 147 യുവജനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 24 ജനറൽ ബോഡി മീറ്റിംഗും 17 എക്സിക്യൂട്ടീവ് മീറ്റിംഗും ഇതുവരെ നടന്നു. രോഗി സന്ദർശനവും നടത്തി വരുന്നു. നാളിതുവരെ യുവജന ശുശ്രൂഷയ്ക്കായുള്ള എല്ലാ പ്രോഗ്രാമിനും നമ്മളുടെ കൂടെ സഹകരിച്ചു വരുന്ന സർവശക്തനായ ദൈവത്തിനും ഇടവകക്കാരി മോൺസിഞ്ഞർ വിൽസൺ കെ പീറ്റർ അച്ഛനെയും സഹകാരി അരുൺ പി ജിത്ത് അച്ഛനും സിസ്റ്റർ റീന തോമസിനും മുൻ KCM ഭാരവാഹികൾക്കും എല്ലാ ഇടവക ജനങ്ങൾക്കും യുവജന സുഹൃത്തുക്കൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കും. രണ്ടായിരത്തി 24-25 ജീസസ് യൂത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കാനായി ആര്യ സുരേന്ദ്രനെ ക്ഷണിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ ദേവാലയം ആനപ്പാറയിലെ 2024-25 ജീസസ് യൂത്ത് വാർഷിക റിപ്പോർട്ട്. നെയ്യാറ്റിൻകര സോണിന്റെ ഭാഗമായ കാട്ടാക്കട സബ് സോണിന്റെ നേതൃത്വത്തിൽ ജീസസ് യൂത്ത് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ഇടവക തലത്തിൽ മാസത്തിൽ 2 പ്രയർ മീറ്റിംഗുകൾ കൂടുകയും സബ് സോൺ തലത്തിൽ എല്ലാ മാസാദ്യ ഞായറാഴ്ചകളിലും ചെമ്പൂര് ക്രിസ്തുരാജ ദേവാലയത്തിൽ വെച്ച് നടക്കുന്ന ഹൗസ് ഹോൾഡുകളിൽ പങ്കെടുത്തു വരികയും ചെയ്യുന്നു. ജീസസ് യൂത്ത് സെൻട്രൽ പ്രയർ ഗ്രൂപ്പ് വാർഷികത്തോടനുബന്ധിച്ച് കുരിശുമല കൊല്ലകോണം പള്ളികളിൽ നടന്ന ഭവന സന്ദർശനത്തിൽ ആനപ്പാറ ഇടവകയിലെ 2 ജീസസ് യൂത്ത് അംഗങ്ങൾ പങ്കെടുത്തു. ഇടവകകളിലെ ലീഡേഴ്സിനെ ലക്ഷ്യമാക്കി ജൂലൈ മാസത്തിൽ 12, 13, 14 തീയതികളിലായി മാറനല്ലൂർ ക്രൈസ്റ്റ് നഗർ കോളേജിൽ വെച്ച് നടന്ന പാരിഷ് ലീഡേഴ്സ് ട്രെയിനിംഗ് ക്യാമ്പിൽ 2 ലീഡേഴ്സ് പങ്കെടുത്തു. ജീസസ് യൂത്ത് നെയ്യാറ്റിൻകരയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അഹാവ യൂത്ത് കോൺഫറൻസ് ഡിസംബർ മാസം 26 മുതൽ 29 വരെ മാറനല്ലൂർ ക്രൈസ്റ്റ് നഗർ കോളേജിൽ വെച്ച് നടക്കുകയുണ്ടായി. അതിൽ ആനപ്പാറ ഇടവകയിൽ നിന്ന് 4 വോളണ്ടിയേഴ്സ് പങ്കെടുത്തു. അതിന്റെ ഭാഗമായി നടന്ന മൊബിലൈസേഷൻ പ്രോഗ്രാമിൽ 2 അംഗങ്ങൾ പങ്കെടുക്കുകയും 4 ഞായറാഴ്ചകളിലായി 14 പള്ളികൾ സന്ദർശിച്ച് 45ഓളം യുവജനങ്ങളെ അഹാവ കോൺഫറൻസിലേക്ക് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. നെയ്യാറ്റിൻകര ജീസസ് യൂത്തിന്റെ പുതിയ കൗൺസിൽ രൂപീകരണവുമായി ബന്ധപ്പെട്ട് 2025 ഏപ്രിൽ 27-ാം തീയതി ഞായറാഴ്ച നെയ്യാറ്റിൻകര ലോഗോസ് പാസ്റ്ററൽ സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ച സോണൽ അസംബ്ലിയിൽ 4 പേർ പങ്കെടുത്തു. അന്നേ ദിവസം ജീസസ് യൂത്ത് ഫുൾ ടൈമറായി നെയ്യാറ്റിൻകര സോണിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന റോസിന്റെ യാത്രയയപ്പ് പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. ടീംസ് മിനിസ്റ്ററുടെ ആഭിമുഖ്യത്തിൽ 2025 മെയ് മാസം 16 മുതൽ 19 വരെ നടന്ന റിജോയ്സ് എന്ന പ്രോഗ്രാമിൽ ആനപ്പാറ ജീസസ് യൂത്ത് അംഗമായ ഒരാൾ പങ്കെടുത്തു. നെയ്യാറ്റിൻകര സോണിലേക്ക് ആനപ്പാറ ഇടവകയിൽ നിന്ന് 3 ജീസസ് യൂത്ത് അംഗങ്ങൾ മ്യൂസിക് മിനിസ്ട്രിയിൽ സേവനമനുഷ്ഠിക്കുന്നു. നാളിതുവരെ ആനപ്പാറ ജീസസ് യൂത്ത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിച്ച സർവശക്തനായ ദൈവത്തിനും ഇടവക വികാരി മോൺസിഞ്ഞർ വിൻസൻ കെ പീറ്റർ അച്ഛനും സഹവികാരി അരുൺ പി ജിത്ത് അച്ഛനും സിസ്റ്റേഴ്സിനും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. തിരുമുഖം 2025 ഉദ്ഘാടനം ചെയ്യാനായി നെയ്യാറ്റിൻകര ഇടവക ജനറലും നമ്മുടെ ഇടവക വികാരിയുമായ റൈറ്റ് റവറൻഡ് ഡോക്ടർ മോൺസിഞ്ഞോർ വിൻസൻ കെ പീറ്റർ അച്ഛനെ ക്ഷണിക്കുന്നു. സന്ദേശം നൽകി സംസാരിക്കാനായി ഇടവക സഹവികാരി ഫാദർ അരുൺ പി ജിത്തിനെ ക്ഷണിക്കുന്നു. എത്രയും സ്നേഹബഹുമാനമുള്ള അധ്യക്ഷൻ, ഇടവകാരി വിൽസനച്ച, വേദിയിലും സദസ്യമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട യുവജനങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ
ഇന്നലത്തെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ തുടർച്ചയെന്നോണം ഇവാഞ്ചലിയും 2K25 യുവജനങ്ങളുടെ നേതൃത്വം നടത്താൻ തിരുമുഖം 2K25 എന്ന പേരിൽ ഈ പരിപാടി അവതരിപ്പിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകമായിട്ടും യുവജന ശുശ്രൂഷ 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവരെയാണ് സാധാരണ യുവജന ശുശ്രൂഷയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ടും അതിൽ GC യൂത്ത്, KCYM എന്നീ സംഘടനകളാണ് പ്രത്യേകമായിട്ട് കടന്നു വരുന്നത്. ഇപ്പോൾ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും ഓരോ ശുശ്രൂഷകളും നടത്തി വരുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോ വാർഷികം ആഘോഷിക്കുമ്പോഴും പ്രധാനമായിട്ടും നാം ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ അവലോകനമാണ് നമ്മൾ സാധാരണ വാർഷികമായിട്ട് ആഘോഷിക്കുന്നത്. നമ്മുടെ റിപ്പോർട്ട് വായിച്ചു. നമ്മുടെ റിപ്പോർട്ടുകളുടെ വായനകളെല്ലാം പലപ്പോഴും നമുക്ക് ലഭിച്ച നേട്ടങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും പലപ്പോഴും റിപ്പോർട്ടിൽ നാം വായിക്കുന്നത്. പക്ഷേ നമുക്ക് സംഭവിച്ച പാളിച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് റിപ്പോർട്ടിൽ വരില്ല. അത് നമ്മുടെ മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കും. അത് പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത് ഓരോ വർഷം കഴിയുമ്പോഴും ഇനി എവിടെയൊക്കെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് നാം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമയത്തിലൂടെയാണ് പ്രധാനമായിട്ടും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വെല്ലുവിളികളെ അവരെങ്ങനെ നേരിട്ട് മുന്നോട്ട് പോകുന്നു എന്നതിലാണ് അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് നടക്കുന്നത്. നമ്മൾ ഒരു 15 വയസ്സ് അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ നമ്മൾ സാധാരണ യുവജനങ്ങൾ വീട്ടിലെ മാതാപിതാക്കൾ പറയുന്നതനുസരിച്ച് അവർ പറയുന്നത് കേട്ട് ചിന്തിച്ച് പ്രവർത്തിക്കും. അതിനുശേഷം പലപ്പോഴും മാതാപിതാക്കൾ കൈവിട്ട് പോകുന്നു. അതായത് മാതാപിതാക്കൾ പറയുന്നതിനപ്പുറം അവർ സ്വന്തമായിട്ട് പല കാര്യങ്ങൾ ചെയ്യുകയും പലപ്പോഴും മാതാപിതാക്കളോട് അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കാര്യങ്ങളും ശരിയാണ് എന്നൊരു ചിന്ത, അല്ലെങ്കിൽ അത് ശരിയായിരിക്കും എന്നൊരു ചിന്ത പലപ്പോഴും ഇന്നത്തെ യുവജന സമൂഹത്ത് മാറ്റം അത് ശരിയായിക്കൊണ്ടിരിക്കുന്നില്ല എന്ന് ഒരു വെല്ലുവിളിയായിട്ട് തോന്നുന്നുണ്ട്. പ്രധാനമായിട്ടും അവരെ മുന്നോട്ട് പോകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് മാതാപിതാക്കളും ഒപ്പം അവര് സുഹൃത്തുക്കളും സമൂഹവുമാണ്. പ്രധാനമായിട്ടും നാം ചിന്തിക്കേണ്ടത് ഇന്ന് യുവജനങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളെ കുറിച്ചാണ്. പ്രധാനമായിട്ടും ലഹരി ഉപയോഗവും ഒപ്പം മറ്റുള്ള കാര്യങ്ങളുമാണ് ഇന്ന് കൂടുതലായിട്ട് യുവജനങ്ങൾ നേരിടുന്ന വെല്ലുവിളിയായിട്ട് വരുന്നത്. അവര് പലപ്പോഴും വീട്ടുകാരറിയാതെയും സമൂഹം അറിയാതെയുമായിരിക്കാം പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു പ്രായം കഴിയുമ്പോൾ, ഒരു 20-22 വയസ്സ് കഴിയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കുടുംബത്തിലുള്ളവരും നാട്ടുകാരിലൊക്കെ അറിയുന്ന രീതിയിലേക്ക് അവർ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ലോകത്തിലൂടെയാണ് നമ്മുടെ മക്കൾ യുവജനങ്ങളായിട്ട് കടന്നു വരുന്നത്. ആ സമയത്ത് അവരെ നേരായ വിശ്വാസ തീക്ഷ്ണതയിലും നയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പ്രധാനമായിട്ടും അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ, ദൈവത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. പലപ്പോഴും അവർ അന്വേഷിച്ചു പോകുന്ന സോഴ്സുകൾ, അല്ലെങ്കിൽ എവിടെയാണോ ശരിയായി ഉത്തരം കിട്ടുമെന്ന് അവർ തിരയുന്ന മാർഗങ്ങൾ പലപ്പോഴും ശരിയായി കൊള്ളുന്നില്ല. അവർ പലപ്പോഴും തങ്ങളുടെ സുഹൃത്തുക്കളെടുത്തോ അല്ലെങ്കിൽ മൊബൈലിലെടുത്തോ അല്ലെങ്കിൽ അവർക്ക് ബന്ധമുള്ള പല വ്യക്തികൾക്ക് മാത്രമേ അവർ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുള്ളൂ. പലപ്പോഴും അത് ശരിയാവണമെന്നില്ല. തെറ്റായ മാർഗനിർദ്ദേശങ്ങൾ പല സ്ഥലത്തിൽ നിന്നും അവർക്ക് ലഭിക്കുമായിരിക്കാം. പക്ഷേ ആ തെറ്റായ മാർഗനിർദ്ദേശങ്ങൾ അവർക്ക് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവരെ ശരിയായ പാതയിലൂടെ കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. അവരുടെ ചോദ്യങ്ങൾ എന്താണെന്ന് നാം മുൻകൂട്ടി മനസ്സിലാക്കി അതിനുവേണ്ടി നാം കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ കുടുംബത്തോടും സഭയോടും ചേർത്ത് നിർത്തുക നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കളുടെയും മതബോധന അധ്യാപകരുടെയും ഒപ്പം മറ്റുള്ളവരുടെയും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ മക്കളെ ശരിയായ വിശ്വാസം ഏതാണെന്ന് കുഞ്ഞിനെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ബാധ്യസ്ഥരാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് കുട്ടികളുടെ വിശ്വാസ രൂപീകരണം തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് നമ്മുടെ കുടുംബത്തിൽ എന്താ കാണിച്ചു കൊടുക്കുമോ അതാണ് അവര് യുവാക്കളാകുമ്പോൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ യുവജനങ്ങളെ ശരിയായ വിശ്വാസ രൂപീകരണത്തിലേക്ക് നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ ദിവസത്തിന്റെ ആശംസകൾ. തിരുമുഖം 2025 സന്ദേശം നൽകി സംസാരിക്കാനായി
ആനപ്പാറ ഇടവകയിലെ നഴ്സറി സ്കൂൾ അധ്യാപികയായ അൽഫോൺസ ടീച്ചറിനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിലെ അധ്യക്ഷയായിരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരിയായ മകൾ ആതിര, ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട വിൻസെന്റ് പീറ്റർ അച്ഛ, സഹവികാരിയായ ബഹുമാനപ്പെട്ട പീറ്റർ അച്ഛ, മറ്റ് KCM-ന്റെ ഭാരവാഹികളെ, KCM അംഗങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, നമ്മൾ ഇന്ന് നമ്മുടെ ഇടവകയിലെ KCM-ന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, യുവത്വം എന്ന് പറയുന്നത് എന്താണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഘട്ടമാണ് നമ്മുടെ യുവാക്കന്മാർ, നമ്മുടെ യൗവനം. അത് നമ്മൾ കൂടുതലും നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മുടെ പാതകൾ തെറ്റുകയും പാദങ്ങൾ ഇടറുകയും ചെയ്യും. കാരണം നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു വ്യക്തി വീണ് കിടന്നാൽ അത് ഉടനെ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിനേക്കാളും ആ ഒരു വ്യക്തിയെ അവിടെ നിന്ന് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു സന്മനസ് ആ യുവത്വത്തിൽ ഉണ്ടാവണം. കാരണം അവർക്ക് പെട്ടെന്ന് മറ്റ് പല ചിന്തകളുമാണ് വരുന്നത്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെടാൻ പാടില്ല. ഒരു രോഗി കിടന്നാൽ അവരെ ശുശ്രൂഷിക്കുന്നത്, അതൊക്കെ ഈ യൗവനത്തിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു മനോഭാവമൊക്കെ ചിലപ്പോൾ ചില മക്കൾക്ക് ഉണ്ടാകാറുണ്ട്. നമ്മുടെ കുടുംബങ്ങളെ സംബന്ധിച്ച് നമുക്ക് കുഞ്ഞുമക്കൾ വളർന്ന് അവർ ഓരോ യുവത്വത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഈ മാതാപിതാക്കളായ നമുക്കും അവരെ കുറിച്ച് കുറെ കൂടുതൽ സ്വപ്നങ്ങളുണ്ട്. അവർ നമ്മളെ നോക്കും, അവർ ജോലിയിൽ പ്രവേശിക്കും, അവരുടെ നമ്മൾ വാർദ്ധക്യത്തിലാവുമ്പോൾ അവരുടെ ശുശ്രൂഷ നമുക്ക് ലഭിക്കും എന്നൊക്കെ നമ്മൾ ധാരാളം സ്വപ്നങ്ങൾ കണ്ടാണ് മാതാപിതാക്കന്മാരായ വാർദ്ധക്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന ഈ ഒരു സമൂഹം, മാതാപിതാക്കൾ രക്ഷാകർത്താക്കളുടെ ഒരു സമൂഹത്തിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാക്കുവാൻ നമ്മുടെ ഈ മക്കൾക്ക് കഴിയണം. അതുപോയിട്ട് നമ്മുടെ ബൈബിൾ വായിക്കുമ്പോൾ തന്നെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ യുവാവായ ആദത്തിനെ രൂപപ്പെടുത്തിയതായിട്ടാണ് നമ്മൾ അതിൽ കാണുന്നത്. യുവാവിന് പറ്റിയ ഒരു തുണയെ അദ്ദേഹത്തിൽ നിന്ന് വാരിയെ ലൂരിയെടുത്ത് യുവതിയെ സൃഷ്ടിക്കുന്നു. അപ്പോൾ സൃഷ്ടിയുടെ ഉറവിടം അവിടെ നടക്കുന്നത് യുവത്വത്തിലേക്കാണ്. അത് ദൈവത്തിൻ്റെ പ്രത്യേക ഒരു പരിഗണനയായിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം ഒരു കുഞ്ഞ് ജനിച്ച് അത് വളർന്ന് വന്നല്ല ഉൽപ്പത്തി നമ്മൾ വായിക്കുമ്പോൾ ആ ഒരു ജനസമൂഹം നമുക്ക് ആദ്യ മാതാപിതാക്കളുടെ ഇത് നമ്മൾ കാണുന്നത്. അതുപോലെ അത് ദൈവത്തിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയമായി ഈ യുവത്വത്തിലേക്ക് കടന്നിരിക്കുന്ന മക്കൾ കാണണം. അത് പോയിട്ട് നമ്മുടെ ഈ മക്കൾ വാർദ്ധക്യത്തിലായാലും മറ്റ് നമ്മുടെ സമൂഹത്തിലായാലും ഒരു വ്യക്തി, ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ആ സമൂഹം തന്നെ തൊട്ടടുത്ത വീട്ടുകാരും കണ്ടോ ആ കുട്ടി അല്ലെങ്കിൽ ആ യുവാവ് അല്ലെങ്കിൽ യുവതി എന്ത് നല്ല മാതൃകയായി ജീവിക്കുന്നു. അപ്പം നമുക്കും നമ്മുടെ മക്കളും അതുപോലെ അത് കണ്ട് വളരണം, അതുപോലെ നല്ലതായി ജീവിക്കണമെന്ന് തൊട്ടടുത്ത വീട്ടുകാർ അത് ചിന്തിക്കും. അപ്പം തൊട്ടടുത്ത കൂട്ടുകാർക്ക് മക്കളെ അങ്ങനെ കണ്ടോ ആ ചേട്ടൻ അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നുള്ളൊരു മാതൃക പറഞ്ഞു കൊടുത്ത് ആ ഒരു സമൂഹം, ആ ഒരു കൂട്ടായ്മ, ആ ഒരു നാട് തന്നെ നന്നായി ജീവിക്കാൻ അവർക്ക് ആ ഒരു സമൂഹത്തിന് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഈ യുവാക്കൾ കാരണം എപ്പോഴും അവർ ചിന്തിക്കണം, ഞാൻ കാരണം മറ്റൊരു മാതാപിതാക്കൾക്കോ നമ്മുടെ സമൂഹത്തിനോ ഒരിക്കലും ഞാൻ കാരണം ഒരു വ്യക്തിക്ക് കണ്ണ് നിറയാനോ മനസ്സ് വേദനിക്കുവാനുള്ള ഇട വരുത്തരുത്. കാരണം അവര് മറ്റുള്ളവർക്ക് എപ്പോഴും തണലുമായിരിക്കണം, ഒരു കുടുംബത്തിന്റെ വിളക്കായിരിക്കണം, വിളക്കിലെ പ്രകാശമായി തീരണം. അതാണ് എല്ലാ മാതാപിതാക്കന്മാരും സമൂഹവും നമ്മുടെ ഇടവകയിലെ ശുശ്രൂഷകളും ആഗ്രഹിക്കുന്നത്. അത് തന്നെ ആയിരിക്കണം ഓരോ മക്കളും. അവരുടെ ഈ ദൈവം അനുഗ്രഹീതമായി നൽകിയിരിക്കുന്ന യുവത്വം അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ സമൂഹത്തിലെ ജീവിതത്തിനും മറ്റുള്ളവരുടെ ഇടപെടലിനും എപ്പോഴും മാതൃകയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ സന്ദേശം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. തിരുമുഖം 2025
ഉദ്ഘാടനം ചെയ്യാനായി നെയ്യാറ്റിൻകര ഇടവക തിരുമുഖം 2025 ഉദ്ഘാടനം ചെയ്യാനായി നെയ്യാറ്റിൻകര ഇടവക ജനറലും നമ്മുടെ ഇടവക വികാരിയുമായ റൈറ്റ് റവറൻഡ് ഡോക്ടർ മോൺസിഞ്ഞോ വിൻസെന്റ് കെ പീറ്റർ അച്ഛനെ ക്ഷണിക്കുന്നു. തിരുമുഖം 2025 ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷയായിരിക്കുന്ന ആത്മജ, ആശംസകൾ അർപ്പിച്ച ഫാദർ അരുൺ വിജിത്ത്, ശ്രീമതി അൽഫോൻസ, റിപ്പോർട്ട് അവതരിപ്പിച്ച രാഹുൽ, നന്ദി അർപ്പിക്കാൻ പോകുന്ന അഞ്ചു ബിബിൻ, പ്രിയപ്പെട്ട യുവജനങ്ങളെ, മാതാപിതാക്കളെ, സഹോദരിമാർ, ആലപ്പാറ ഇടവകയിലെ യുവജനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഈ സമൂഹത്തിൽ വർത്തിക്കുന്നത്, അവരുടെ ജീവിതത്തിലെ കലാ അഭിരുചി എന്തൊക്കെയാണ്, അവരുടെ ജീവിതത്തിലൂടെ എന്ത് സന്ദേശമാണ് വരും തലമുറയ്ക്ക് നൽകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, അതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം അവർ വിനിയോഗിക്കുകയാണ്. ഈ ഒരു സുദിനം ഏറ്റവും മംഗളകരമാതിലേക്ക് വേണ്ടി പരിശ്രമിച്ച എല്ലാ യുവജനങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മൾ എടുക്കുന്ന വഴി, നമ്മളെടുക്കുന്ന പ്രവർത്തനം, അത് കർത്താവ് എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി, നല്ലതിനു വേണ്ടി നാം എടുക്കുന്ന ഓരോ കാര്യങ്ങളും കർത്താവ് നോക്കിക്കൊണ്ടിരിക്കും. അതെല്ലാം അവരുടെ ജീവിതത്തിലെ ഒരു പ്ലസ് പോയിന്റായിട്ട് മാറും എന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഈ ലോകം നിലനിൽക്കുന്നത് യുവത്വത്തിലാണോ, വാർദ്ധക്യത്തിലാണോ, കുട്ടിക്കാലത്താണോ, കുട്ടിത്വത്തിലാണോ ഈ ലോകം നിലനിൽക്കുന്നത്? ഈ ലോകം നിലനിൽക്കുന്നത് വാർദ്ധക്യത്തിലാണോ, യുവത്വത്തിലാണോ, കുട്ടിക്കാലത്താണോ ഈ ലോകം നിലനിൽക്കുന്നത്? കുട്ടിക്കാലം. ഈ ലോകം നിലനിൽക്കുന്നത് എങ്ങനെയാണ്? വാർദ്ധക്യത്തിലാണോ ഈ ലോകം? കുട്ടിക്കാലത്താണോ? യുവത്വത്തിലാണോ? ശരിയായിട്ട് ഉത്തരം പറയുന്നു. അനീഷ് പഴയ പ്രസിഡന്റ് പറയുന്നു ഈ ലോകം നിൽക്കുന്നത് യുവത്വത്തിലാണ് എന്ന്. ആ അഭിപ്രായത്തോട് യോജിക്കുന്നവർക്ക് കൈ ഉയർത്തുക. വയസ്സായവരാരും കൈ ഉയർത്തുന്നില്ല. കുട്ടികളും കുറച്ച് യുവജനങ്ങളും വലിയ കൈ ഉയർത്തുന്നില്ല. ഇത്രയും പേരാണ് കൈ ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ ലോകം വാർദ്ധക്യത്തിൽ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യാശ ഉണ്ടാകുമോ? പ്രതീക്ഷ ഉണ്ടാകുമോ? പ്രത്യാശ വരുമോ? കുട്ടിക്കാലത്ത് പ്രത്യാശ ഉണ്ടാകുമോ? സാധ്യത. എന്നാൽ പ്രത്യാശ നൽകുന്ന ഒരു ഇടം എന്ന് പറയുന്നത്, ഒരു തലം എന്ന് പറയുന്നത് അത് യുവത്വമാണ്. യുവത്വമാണ് പ്രത്യാശ നൽകുന്ന തലം. യുവത്വം എത്ര വയസ്സ് മുതലെയാണ്? 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെ അതിൻ്റെ പ്രാരംഭഘട്ടത് അഡലസൻസ് എന്ന് പറയും. പിന്നീട് യുവത്വമായി തീരും. പിന്നെ ക്രമേണ യുവത്വം നഷ്ടപ്പെട്ട് വാർദ്ധക്യത്തിലേക്കും മധ്യവയസ്ക ലെവലിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ യുവത്വത്തിൽ പ്രത്യേകിച്ച് പ്രത്യാശ ലഭ്യമാകുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടത്തെ സാധാരണ അമ്മമാരൊക്കെ പ്രസവിക്കുന്നത് വാർദ്ധക്യത്തിലാണോ, യുവത്വത്തിലാണോ? യുവത്വത്തിലാണ് അല്ലേ? 15 വയസ്സ്, ഇപ്പോഴും 13 വയസ്സ് മുതലൊക്കെ അങ്ങോട്ട് പ്രസവിക്കാൻ വേണ്ടിയുള്ള കാലം ആയിത്തീരും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും പ്രസവിക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഏതാണ്? യുവത്വത്തിന്റെ കാലഘട്ടമാണ്. ഏതെങ്കിലും പക്ഷികൾ കുഞ്ഞിലേക്ക് പ്രസവിക്കുമോ? കുഞ്ഞ്
പക്ഷികൾ, കോഴി, കുഞ്ഞിലെ കോഴി മുട്ടയിടുമോ? ഇല്ല. അപ്പോൾ എല്ലാം അതിൻ്റെ പ്രൊഡക്ഷൻ, മുട്ടയിടുക, കുഞ്ഞിനെ വിരിയിക്കുക, വളർത്തുക, ഇതെല്ലാം ഈ പ്രകൃതിയിൽ എല്ലാം ലഭ്യമാകുന്നത് എപ്പോഴാണ്? യുവത്വത്തിലാണ് ജീവൻ നൽകുന്ന കാലഘട്ടം. അപ്പോൾ മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് യുവത്വത്തിന്റെ കാലഘട്ടമാണ്. ഇനി ഏതെങ്കിലും നമ്മളിവിടെ മുരിങ്ങ തൈ വെച്ചായിരുന്നു, മുരിങ്ങയ്ക്ക അത് കൊണ്ട് നട്ട തൈര് ഉടനെ കൊണ്ടാകുമോ? അതിനൊരു പ്രായമുണ്ടല്ലേ? പ്രായത്തിന്റെ സമയത്താണ് അതിനകത്തൊരു ഒരു മാവ് നട്ടാൽ പോലും മാങ്ങ ഉണ്ടാകുന്നത് യുവത്വ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ലോകത്തില് എല്ലാവർക്കും ജീവൻ നൽകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് യുവത്വത്തിന്റെ കാലഘട്ടമാണ്. എല്ലാവരും നമ്മൾ മനസ്സിലായിരിക്കണം. അത് പക്ഷികള്, ലതകള്, മൃഗങ്ങള്, മനുഷ്യൻ, ഈ പ്രകൃതി എല്ലാം. അങ്ങനെയാണെങ്കിൽ ഈ പ്രകൃതിയില് നമ്മുടെ അൽഫോൻസ് ടീച്ചർ ഒരു കാര്യം പറയുണ്ടായി. ആദ്യത്തെ ഹവയും സൃഷ്ടിച്ചത് എപ്പോഴെന്നാണ്, ഏത് രൂപത്തിലെന്നാണ് അൽഫോൻസ് ടീച്ചർ പറഞ്ഞത്? കുട്ടികളായിട്ടാണ് ആദ്യത്തെ ഹവയെ സൃഷ്ടിച്ചത്. വാർദ്ധക്യത്തിലാണോ? പിന്നെന്താണ്? നല്ല രണ്ട് യുവ കുടുംബങ്ങളെ, ഒരു യുവാവിനെയും ഒരു യുവതിയും, വളരെ മനോഹരമായിട്ടുള്ള രണ്ട് വ്യക്തികളെ. ഏകദേശം എത്ര വയസ്സ് പ്രായം ഉണ്ടാകും അവർ രണ്ടുപേർക്കും? ഒരു 18-22 വയസ്സ് പ്രായത്തിലാണ് ഈ രണ്ടുപേരെയും സൃഷ്ടിച്ചത്, കർത്താവ് സൃഷ്ടിച്ചത്. അപ്പോൾ യുവത്വത്തിന്റെ ആ പ്രായത്തിൽ കർത്താവ് സൃഷ്ടികർമ്മത്തില് എല്ലാത്തിന്റെയും യുവപ്രായത്തിന്റെയും സൃഷ്ടിച്ചതിന് ശേഷം അതിന്റെ മകുടമായിട്ട് മനുഷ്യരെയും യുവത്വത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ യുവത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വലിയ ഒരു ദാനമാണ്. ദൈവം തന്റെ സൃഷ്ടികർമ്മം നടത്തിയിരിക്കുന്ന എല്ലാം യുവത്വത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം വാർദ്ധക്യം ഉള്ളവരാണോ? ദൈവം കുട്ടിയാണോ? ദൈവം യുവത്വമുള്ളവരാണോ? ദൈവം യുവത്വമുള്ളവരാണോ? ഉദാഹരണം, ദൈവം യുവത്വമുള്ളവരാണ് എന്നതിന്റെ ഉദാഹരണം നിങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ ബെനിക് സാറ് നിങ്ങൾക്ക് സമ്മാനം വാങ്ങിച്ചു പറഞ്ഞോളൂ. ദൈവത്തിന്റെ യുവത്വം നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഉറക്കപ്പെടുന്നവരാണ്. അത്ഭുതങ്ങൾ ചെയ്തത് ദൈവത്തിന്റെ യുവത്വം എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? ആരും പറഞ്ഞില്ല, ഞാൻ പറയാണ്. സമ്മാനം എനിക്ക് തന്നെയാണ്. യുവപ്രായത്തിലിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതേ ദൈവമാണ് നമ്മുടെ ദൈവം. വാർദ്ധക്യത്തിലുള്ള ദൈവമാണ്, യുവത്വത്തിലുള്ള ദൈവമാണ്. ആരാണത്? യേശുക്രിസ്തു ആണ് ഈ ലോകത്തിലെ ദൈവം. അപ്പുറത്തിന് വേറെ ദൈവങ്ങളൊന്നും ഇല്ല. യേശുക്രിസ്തുവിനെ കാണുന്നവൻ ആരെ കാണുന്നു? പിതാവിനെ കാണുന്നു. ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ആര് ചെയ്യുന്നത്? എൻ്റെ പിതാവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ യുവാവായി യുവത്വത്തോടെ ജീവിച്ച ഒരു ദൈവം ഉണ്ടെങ്കിൽ അതാര് മാത്രമാണ്? യേശുക്രിസ്തു. അപ്പോൾ യുവത്വത്തിൽ നിൽക്കുന്ന ദൈവം നമ്മുടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? യുവത്വത്തിൽ നിൽക്കുന്ന ദൈവം യേശുക്രിസ്തു നമുക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആ യുവത്വത്തിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ആ ഛായയും ദൈവത്തിന്റെ മുഖവും ഒക്കെ നമുക്ക് വേണോ വേണ്ടയോ? നിങ്ങളെല്ലാം മുഖം തേടി നടക്കുന്നവരാണ് അല്ലേ? നിങ്ങൾ മുഖം തേടി നടക്കാറുണ്ടോ? ഇന്ന് രാവിലെ എത്ര പ്രാവശ്യം നിങ്ങൾ മുഖം തേടി നടന്നു? ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം നോക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര പ്രാവശ്യം മുഖം തേടി നിങ്ങൾ നടന്നു? അനീഷേ, എത്ര പ്രാവശ്യം നീ കണ്ണാടിയിൽ നോക്കി? രാവിലെ എഴുതിയ ശേഷം 2 പ്രാവശ്യം. അയന, എത്ര പ്രാവശ്യം നീ കണ്ണാടിയിൽ നോക്കി? ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ 2 പ്രാവശ്യം, 3 പ്രാവശ്യം. അപ്പോൾ നമ്മൾ മുഖത്തെ തേടി നമ്മൾ ആദ്യം പോയി നോക്കുന്ന ആരുടെ മുഖത്തേക്കാണ്? നമ്മുടെ സ്വന്തം മുഖത്തിലേക്ക്. സ്വന്തം മുഖം കാണാൻ വേണ്ടി എവിടെ പോകണം? കണ്ണാടിയിൽ പോകണം. കണ്ണാടിയിൽ കാണുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മുഖത്തിന്റെ കുറവുകൾ അറിയാൻ സാധിക്കുമോ ഇല്ലയോ? അറിയും.
ചില മുഖങ്ങൾ വളരെ മനോഹരമായിരിക്കുന്നു, ചില മുഖങ്ങളൊക്കെ മോശമായിരിക്കുന്നു. പിന്നെ മോശമായ ഇരിക്കുന്ന മുഖങ്ങളൊക്കെ നോക്കി എൻ്റെ മൂക്ക് ശരിയല്ല, എൻ്റെ കണ്ണ് ശരിയല്ല, എൻ്റെ കാത് ശരിയല്ല, എൻ്റെ മുടി ശരിയല്ല എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ റെക്ടിഫൈ ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിക്കും. അങ്ങനെ മുഖം തേടി സ്വന്തം മുഖത്തിലേക്ക് എത്തുന്ന ആൾക്കാരാണ് നാം ഓരോരുത്തരും. എന്നാൽ കർത്താവ് യേശുക്രിസ്തു ഒരു മുഖം നമുക്ക് കാണിച്ചു തരുന്നത്. യേശുക്രിസ്തു തൻ്റെ മുഖം തന്നിലേക്ക് തേടിയോ അതോ പല്ലവരിലേക്ക് തേടിയോ? ദൈവം യേശുക്രിസ്തു തൻ്റെ മുഖം സ്വന്തമായിട്ട് തേടിപ്പോയോ അതോ പല്ലവരിലേക്ക് തേടിപ്പോയോ? ആരിലേക്കാണ് തേടിയത് കർത്താവ് തന്റെ മുഖം? കർത്താവിന്റെ തിരുമുഖം ആരിലേക്കാണ്? സ്വന്തം മുഖം നോക്കി കണ്ണാടിയെ നോക്കി കുട്ടപ്പനായിട്ട് മുടിയൊക്കെ ഒന്ന് ക്രിക്കറ്റ് സ്റ്റൈലിലൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് ജീൻസ് ഒക്കെ ഇട്ട് നടക്കാൻ വേണ്ടിയാണ് കർത്താവ് പരിശ്രമിച്ചത്? അതോ കർത്താവിന്റെ മുഖം വല്ലവർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചോ? വല്ലവർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ നമ്മുടെ മുഖം തിരുമുഖമായി തീരുന്നത് നമ്മളുടെ മുഖം മല്ലവരിലേക്ക് തെളിഞ്ഞു വരുമ്പോഴാണ്. നമ്മുടെ മുഖം തിരുമുഖമായി തീരുന്ന സമയത്ത് തീരുന്നത് നിങ്ങളുടെ മുഖം മറ്റുള്ളവരിൽ തെളിഞ്ഞു വരുമ്പോഴാണ്. കേട്ടല്ലോ, മറ്റുള്ളവരിൽ തെളിഞ്ഞു വരിക. എങ്ങനെയാണ് നിങ്ങളുടെ മുഖം മറ്റുള്ളവർ തെളിഞ്ഞു വരുന്നത്? എങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ മുഖം മറ്റുള്ളവർ തെളിഞ്ഞത്? യേശുക്രിസ്തുവിന്റെ മുഖം മറ്റുള്ളവരിൽ തെളിഞ്ഞത് എങ്ങനെയാണ്? ദൈവം തന്റെ ഛായയിലും സൃഷ്ടിച്ചത് മാത്രമല്ലല്ലോ, അങ്ങനെ സൃഷ്ടിച്ചു വന്ന് സ്വന്തം ജീവിതത്തിൽ പ്രവർത്തിക്കണ്ടേ, കാണിച്ചു കൊടുക്കണ്ടേ? കർത്താവ് എങ്ങനെയാണ് നമുക്ക് കർത്താവിന്റെ മുഖം നൽകിയിരിക്കുന്നത്? എങ്ങനെയാണ്? സ്നേഹിച്ചുകൊണ്ടാണ്. സ്നേഹം നൽകിക്കൊണ്ടല്ലേ? കർത്താവിന്റെ മുഖം എന്റെ മുഖം ഇങ്ങനെയാണെന്ന് പറയുകയില്ല, പിന്നെ ജീവിച്ച് കാണിച്ചുകൊണ്ടാണ്. സ്നേഹിച്ച് ജീവിച്ച് കാണിച്ചു തന്ന ഒരു വ്യക്തി ജീവിച്ച്. അതോടൊപ്പം യേശുക്രിസ്തുവിന്റെ വാക്കുകൾ ഒരിക്കലും അതേ നല്ല സമയത്ത് അല്ല. ആരും പ്രസംഗിച്ച് പറയണ്ടായി. അല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ശൈലിയായിരുന്നു. അതെങ്കിൽ അതെ, അല്ല എങ്കിൽ അല്ല, ഇതാണ് ആണ്, മറ്റൊന്നില്ല. അപ്പോൾ മുഖം മറ്റുള്ളവരേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിശ്വസ്തതയാണ്. വിശ്വസ്തത. മുഖം പ്രതിഫലിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? വിശ്വസ്തത വേണം. വിശ്വസ്തത ആരുമായിട്ടുള്ള ബന്ധത്തിലാണ് നിൽക്കുന്നത്? നിങ്ങളുടെ വിശ്വസ്തത, നിങ്ങൾ വിശ്വസ്തരാണ് എന്ന് തെളിയണമെങ്കിൽ, മറ്റുള്ളവർക്ക് നിങ്ങളുടെ മുഖത്ത് നിങ്ങളുടെ വിശ്വസ്തത എന്നുള്ള കാര്യം തെളിയണമെങ്കിൽ നിങ്ങളുടെ വിശ്വസ്തത ആരുമായിട്ടായിരിക്കണം? ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട്, മക്കൾക്ക് മാതാപിതാക്കളോട്, അവിടെയാണ് വിശ്വസ്തത നിൽക്കുന്നത്. നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ നിങ്ങളുടെ വിശ്വസ്തത ആരുമായിട്ടായിരിക്കണം? കർഷകയാണ് പറഞ്ഞത്. ആരുമായിട്ടിരിക്കണം? ദൈവമായിട്ട്. അപ്പോൾ വിശ്വസ്തത എന്നുള്ള കാര്യം നമുക്ക് ആരെയും ബോധ്യപ്പെടുത്താൻ സാധിക്കുകയില്ല. അത് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിലാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? എൻ്റെ ദൈവം എങ്ങനെയാകുന്നുവെന്ന് എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ദൈവത്തോട് ഞാൻ വിശ്വസ്തത ഉള്ള വ്യക്തിയായിരിക്കും. അവിടെയാണ് എൻ്റെ വിശ്വസ്തത നിൽക്കുന്നത്. ഞാൻ വിശ്വസ്തനാണ്, നിങ്ങൾ പറയുന്നത് ശരിയല്ല, അത് തെറ്റാണ് എന്ന് നിങ്ങൾ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ മനസ്സിലാക്കുമോ? നിങ്ങളുടെ മുഖത്തേക്ക് ഒരാൾ പറഞ്ഞു കള്ളനാണ് എന്ന് പറഞ്ഞു, അയ്യോ ഞാൻ കള്ളനല്ല, നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ബോധ്യപ്പെടുമോ? പക്ഷെ നമ്മൾ ആരായിരിക്കണം? കർത്താവിൽ എന്തായിരിക്കണം? വിശ്വസ്തനായിരിക്കണം. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും നമുക്ക് നമ്മുടെ മുഖം കൊണ്ട് ഇപ്പോഴും തെളിഞ്ഞില്ലെങ്കിലും കുറച്ചു വർഷം കഴിയുന്ന സമയത്ത് ആ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടും, ഇവൻ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ നിലനിന്ന് പോകുന്ന കാര്യങ്ങൾ, ദൈവത്തോടൊപ്പം ആകുന്ന കാര്യങ്ങൾ ആരെയും ഉടനടി ബോധ്യപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും ക്രമേണ തെളിഞ്ഞു വരുന്ന ഈ വിശ്വസ്തതയുടെ മുഖമാണ് നമുക്ക് ഓരോരുത്തരും ഉണ്ടായിരിക്കേണ്ടത്. പ്രത്യേകിച്ചും യുവാക്കന്മാർക്കുണ്ടായിരിക്കേണ്ട മുഖം എന്ന് പറയുന്നത് ഈ വിശ്വസ്തതയുടെ മുഖമാണ്. അപ്പനിലേക്ക് പോയി വിശ്വസ്തത ഉണ്ടാകാൻ നോക്കാം, അവിടെ ചിലപ്പോൾ കാണൂല. കേട്ടില്ല? അമ്മയിൽ പോയി അമ്മ കള്ളം പറയാതെ വിശ്വസ്തയായിരിക്കും വ്യക്തിയാണെങ്കിൽ അമ്മയിൽ നോക്കും, അവിടെയും കാണില്ല. അപ്പോൾ ഒരു 13-14 വയസ്സൊക്കെ ആകുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ കണ്ടെത്താൻ പറ്റാത്ത ഈ വിശ്വസ്തതയുടെ മുഖം നമ്മൾ ആരിൽ കണ്ടെത്തണം? യേശുക്രിസ്തുവിൽ കണ്ടെത്തണം.
അല്ലെങ്കിൽ വിചാരിക്കും പള്ളിയിൽ അച്ഛന് നമുക്ക് കണ്ടെത്താം, അച്ഛന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവിടെയും കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് യേശു ക്രിസ്തുവിൽ, ദൈവത്തിൽ നമ്മുടെ വിശ്വസ്തയുടെ മുഖം, അതെന്തിന്റെ മുഖമാണ്? തിരുമുഖമാണ്. ദൈവത്തിന്റെ ആ മുഖം നമ്മൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്നതിലേക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നതാണ്. ദൈവത്തിൽ വിശ്വസ്തരായി ജീവിക്കാൻ വേണ്ടി യുവജനങ്ങൾ KCM-ല് നമ്മുടെ ആനപ്പാറ ഇടവകയിലെ യുവജനങ്ങൾ എല്ലാവരും പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൽ വിശ്വസ്തരാകുക, കർത്താവിൽ വിശ്വസ്തരാകുക. ഈ വിശ്വസ്തത എന്ന് പറയുന്നത് ഒരു അമൂല്യമായ നിധിയാണ്. അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ രക്തം കണ്ടുപിടിക്കുന്നത് പോലെയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ വലിയ രക്തം കണ്ടുപിടിക്കുന്നത് പോലെയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വിശ്വസ്തതയാണ്. കേട്ടല്ലോ, ആരുടെ വിശ്വസ്തത? നിങ്ങളുടെ വിശ്വസ്തത. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വസ്തത കൊണ്ടേ നിങ്ങൾ നേടിയിട്ടുള്ളൂ. അത് സ്ഥായിയായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്, അത് പൊളിഞ്ഞു പോകുന്ന കാര്യമല്ല. പക്ഷേ ആ വിശ്വസ്തതയിൽ നിൽക്കാൻ വേണ്ടി ഒരുപാട് ചലഞ്ചസ് ഉണ്ട്, ഒരുപാട് വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളിയൊക്കെ നേരിടുക എന്ന് പറയുന്നത് നമ്മളെ കുറച്ചുകൂടെ നമ്മളെ വിശദീകരിക്കും. വെല്ലുവിളികൾ വരുന്ന വ്യക്തികൾ ആരും തന്നെ പേടിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസ്തമായ കാര്യങ്ങൾ ചെയ്തു പോകുന്ന സമയത്ത് ഒരുപാട് പേര് നിങ്ങൾ ചോദ്യം ചെയ്യും. അത് ആരായിക്കോട്ടെ ചോദ്യം ചെയ്യും, സ്വന്തം കുടുംബത്തിന് ചോദ്യം ചെയ്യും. അപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ ഈ വിശ്വസ്തരാണോ അല്ലയോ എന്ന് അറിയുന്നതിലേക്ക് വേണ്ടിയാണ്. നിങ്ങളാരും ആ സമയത്ത് തളർന്നു വീഴരുത്. തളർന്ന് വീണ് പോയി കഴിഞ്ഞാൽ അത് പോയി എന്നുള്ളതാണ്. പക്ഷേ അവിടെ നമ്മൾ സ്ഥിരതയോടുകൂടെ വിശ്വസ്തമായിട്ട് നമ്മൾ പോയിന്റ് കൃത്യമടന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അടുത്ത പടിയിലേക്ക് കടന്ന് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അല്ലെങ്കിൽ വിശ്വസ്തതയെ നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ ജീവിതവും നഷ്ടപ്പെട്ടു വരും. അപ്പോൾ യുവജനങ്ങളായ നിങ്ങൾ കൊച്ചുകുട്ടികളാണ് എന്ന് പറഞ്ഞ് ഇരിക്കരുത്. സ്വന്തം ജീവിതത്തിൽ വാക്കിൽ വിശ്വസ്തയുള്ളവരായിരിക്കാൻ സാധിക്കുന്നു. എന്റെ ജീവിതത്തിൽ കള്ളങ്ങൾ ചെയ്യാതെ, കള്ളത്തരങ്ങൾ പറയാതെ ശരിയായിട്ട് തന്നെയാണോ ഞാൻ പോകുന്നത്, എനിക്ക് എന്റെ കർത്താവിൽ എനിക്ക് എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ജീവിത രീതി എന്നിൽ വരുത്താൻ സാധിച്ചു. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം എന്തായിരിക്കും? വളരെയേറെ സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ വിശ്വസ്തരല്ല എന്ന് തെളിയിക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. അത് ഏത് ഫാക്ടറിയാണ്? നിങ്ങളുടെ വിശ്വസ്തത പരസ്പരം തിരിച്ചറിയുന്ന ഒരു കുഞ്ഞു ഫാക്ടറി ഉണ്ട്. ഏത് ഫാക്ടറിയാണ്? അറിയാമോ? നമുക്ക് ആർക്കും പൊയ്മുഖങ്ങൾ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അച്ഛന്മാർക്ക് പൊയ്മുഖം വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അച്ഛന്മാരുടെ പൊയ്മുഖം പൊളിഞ്ഞു വീഴുന്നത് പള്ളിയിൽ ഇടവുകയായിട്ട് വന്നിരിക്കുമ്പോഴാണ്. ഒരിക്കലൊന്ന് പറയും, വേറെ സമയത്ത് വേറൊന്ന് പറയും, ഒരിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അതൊക്കെ പൊയ്മുഖങ്ങളുടെ. അപ്പോൾ സ്ഥായിയായിട്ട് നിൽക്കുന്ന ഒരു അച്ഛനാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതും അച്ഛൻ്റെ തിരുമുഖമാണ് മനസ്സിലാക്കുന്നത്. നിൽക്കേണ്ട കാര്യങ്ങൾ നിൽക്കുക. എത്ര തന്നെ കാര്യങ്ങളുടെ പ്രകമ്പനം വന്നു കഴിഞ്ഞാലും സ്റ്റാൻഡ് വിട്ടു പോകാതെ അത് ഉറച്ചു നിൽക്കേണ്ട ഒരു കാര്യങ്ങളായിരിക്കാം. ശരിയായിട്ടുള്ളതാണ്. നമ്മുടെ കുഞ്ഞു ഫാക്ടറി എന്ന് പറയുന്നത് നിങ്ങൾ ആഡംബരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഏതാണ് ആ ചടങ്ങ്? നിങ്ങളെല്ലാവരും കുട്ടികളൊക്കെ വരുന്നത് എന്തിനു വേണ്ടിയാണ്? കൊച്ചുകുട്ടികളൊക്കെ യുവാക്കൾ ഏകദേശം 11, 14, 15 വയസ്സൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ ഒരുക്കം എന്തിനു വേണ്ടിയാണ് ഒരുങ്ങുന്നത്? എനിക്കിഷ്ടപ്പെട്ട ഒരു പയ്യനെ കിട്ടുമോ എന്ന് പെൺകുട്ടികൾ ചിന്തിച്ചതാണ്. ആൺകുട്ടികൾ എനിക്കിഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കിട്ടുമോ? അപ്പൊ അങ്ങനെയുള്ള അന്വേഷണത്തിന്റെ ഒരു ഫാക്ടറി നിങ്ങൾ ആരംഭിക്കുന്നതാണ്. കേട്ടല്ലോ, ഒരു 13 വയസ്സ് വരെയൊക്കെ തുടങ്ങും. ഈ 13 വയസ്സ് അത് സ്വാഭാവികമാണ്. ആരും കുറ്റപ്പെടുന്ന കാര്യമില്ല. ഇവിടെ എല്ലാ അമ്മമാർക്ക് അറിയാം. ഈ 13 വയസ്സിൽ ഒരു പെൺകുട്ടിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളോട് മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ അതുണ്ടാകാൻ സ്വാഭാവികമാണ്. അതുപോലെ ആൺകുട്ടികൾക്കും അങ്ങനെയല്ലേ. അപ്പോഴാണ് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഫ്രെയിം വർക്കിൽ നിൽക്കുന്ന ഒരു ചിന്ത, ഇവനെ കൊള്ളാം, ഇവളെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിച്ചു പോകും. അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കയറി ഉറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് മതി, ഇവൻ മതി എന്ന് പറഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അപ്പനും വേണ്ട, അമ്മയും വേണ്ട. ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യും? ഇറങ്ങി ഓടുക എന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശരിയും തെറ്റി തിരിച്ചറിയേണ്ട ആ കുട്ടികൾക്ക് പക്വത വന്നില്ല എന്നതാണ്. പക്വത വരാതെ, ശരിയെ തെറ്റെ തിരിച്ചറിയേണ്ട പക്വത ഇല്ലാതെ
ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്ട്രക്കാകും, സ്നേഹം കൊണ്ടിങ്ങനെ സ്ട്രക്കാകും, മനസ്സിലായില്ലേ? സ്നേഹത്തെ ഇടിച്ചിരിക്കും. ഇവൾ തന്നെ, ഇനി ഇവനെക്കുറിച്ച് വേറെ ഒന്നുമില്ല, ഇവൾ തന്നെ. എന്നാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വട്ടിന്റെ സ്വഭാവങ്ങളുണ്ട്, അതിനകത്ത് വട്ടുകളാണ് അത് കിടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വട്ടറിയാമോ? വട്ട് അറിയാമോ? അല്പം വട്ടുണ്ട്. കാരണം അപ്പുറത്ത് മറുവശം ചിന്തിക്കാൻ പറ്റാനുള്ള വട്ട് ഈ സ്നേഹത്തിൽ കയറി ഇങ്ങനെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഇത് തന്നെ, വേറെ ഒന്നുമില്ല. അങ്ങനെയാണ് ഈ ഒളിച്ചോട്ടം നടത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ പ്രശ്നങ്ങളിൽ കുട്ടികളുടെ ഫാക്ടറി ഇങ്ങനെ വളർന്ന് അവസാനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു ആഘോഷമുള്ളത് ഏതാഘോഷമാണ്? ഏതാഘോഷമാണ്? വിവാഹം. വിവാഹം എന്ന ആ ആഘോഷം അല്ലെങ്കിൽ ഔദാശിക സ്നേഹത്തിലൂടെയാണ് നിങ്ങളുടെ സ്നേഹത്തിന്റെ ഫാക്ടറി വർക്ക് ചെയ്യുന്നത്. കേട്ടല്ലോ, സ്നേഹത്തിന്റെ ഫാക്ടറി വർക്ക് ചെയ്യുന്നത് അതുപോലെയാണ് നിങ്ങൾ കുടുംബജീവിതം ആരംഭിക്കുന്നത്. അവിടെ ശരിയും തെറ്റുമൊക്കെ തെളിഞ്ഞു വരും, പൊയ് മുഖങ്ങളൊക്കെ പൊളിഞ്ഞു വരും, നല്ല മുഖങ്ങളൊക്കെ അവിടെ നിൽക്കും. ഇനി പൊയ് മുഖമാണ് എങ്കിൽ വിവാഹം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അടുത്ത ദിവസം ഭർത്താവ് വീട്ടിന്റെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ കവിളിങ്ങനെ നീരുകൊണ്ടിരിക്കും. ചോദിക്കുമെന്ന് പറയും, അയ്യോ ഇന്നലെ ഒരു കൊതുവെന്ന് കടിച്ചു, അതിനടിച്ചപ്പോഴാണ് ഇങ്ങനെ പറ്റിയത്. പക്ഷെ എന്താ സംഭവിച്ചത്? ഭർത്താവിന്റെ അസ്വസ്ഥത ഭാര്യയ്ക്ക് അത് പ്രശ്നമായി തീർന്നു. ഭാര്യ കൊടുത്ത അടിയായിരിക്കും 5 പേരിലും അദ്ദേഹത്തിന്റെ ചെകിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഭാര്യ അവിശ്വസ്ത കാണിക്കുകയാണ്, വിശ്വസ്തത അല്ലായിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്തും ഭാര്യയ്ക്ക് കോപ്പിലിട്ട് ചവിട്ട് കൊടുക്കും. ആര്? ഈ ഫാക്ടറി, സ്നേഹത്തിന്റെ ഫാക്ടറി. അപ്പൊ ഈ സ്നേഹത്തിന്റെ നിങ്ങളുടെ കുടുംബത്തിന്റെ ഫാക്ടറിയില് സ്നേഹം മാത്രം കൊടുത്തു വളരാൻ വേണ്ടി വിശ്വസ്തതയുടെ ഒരു കാര്യം അതിനകത്ത് ഉണ്ടായിരിക്കണം. അതിന് കൃത്യമായിട്ട് യുവതിവാക്കന്മാരായിരിക്കുന്ന സമയത്ത് മതപര ക്ലാസ്സിലൂടെയും ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ച് കൃത്യമായിട്ട് ആരാണ് വിശ്വസ്തൻ എന്ന് മനസ്സിലാക്കിയെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബങ്ങളിൽ, ഇങ്ങനെയുള്ള കുടുംബങ്ങൾ എന്തുണ്ടാകും? പ്രശ്നങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? കണ്ണടച്ചുവിടും. അവൾക്ക് ഇഷ്ടമുള്ളത് പോട്ടെ, എന്റെ ഭാര്യയൊക്കെ പുറത്തു മാറ്റാൻ അതിനാൽ മതി, വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും പോട്ടെ, അങ്ങനെ തള്ളിക്കളയും. പുറത്തിറങ്ങുമ്പോൾ ഭാര്യ, ഇനി ഭർത്താവ് അവരെങ്ങനെയെങ്കിലും പോട്ടെ, പുറത്തിറങ്ങുമ്പോൾ എന്റെ ഭർത്താവ്, അകത്താണെങ്കിൽ വേറെ. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ അവിശ്വസ്തത ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കുഞ്ഞുനാളിലെ കുട്ടികൾ പഠിച്ചിരിക്കണം, എനിക്ക് എന്റെ ജീവിതത്തിൽ വിശ്വസ്തത ഉണ്ടായിരിക്കണം. അത് ദൈവത്തിന്റെ കൃപയാണ്, ദാനമാണ്. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധത്തിലാണ് എൻ്റെ വിശ്വസ്തത നിലനിൽക്കുന്നത്. അത് വേറെ ആരോടും പറയാൻ പറ്റത്തില്ല. പക്ഷെ അവിടേക്ക് നമ്മുടെ ജീവിതത്തെ വിശദീകരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഇനി വിശ്വസ്തതയുള്ളവർക്കാണ് കാരുണ്യമുള്ളത്. വിശ്വസ്തയുള്ളവർക്ക് കാരുണ്യമുണ്ട്. ഇവിടെ ഇപ്പോഴാണ് നമ്മുടെ യുവതിവാക്കന്മാര് ഒരു പ്രോഗ്രാം ഇട്ട് കഴിഞ്ഞാൽ ഒരു സാമൂഹ്യ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി അവർ ഭയങ്കര ഇഷ്ടമാണ്. 10 ചോറ്, പൊതിച്ചോറ് കൊടുക്കണം, എല്ലാവരും കൂടുതലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഒരു ധന നടത്താൻ പോകണം, സമരം നടത്താൻ പോകണം, അതിനൊക്കെ യുവതിവാക്കന്മാരൊക്കെ റെഡിയാണ്. പക്ഷേ ഇതെല്ലാം കാരുണ്യപ്രവൃത്തിയായിട്ട് നമ്മൾ കാണുന്നതാണ്. കാരുണ്യപ്രവൃത്തി വല്ലവർക്ക് ആഹാരം കൊടുക്കേണ്ടതാണ്, വല്ലവരെ സഹായിക്കുന്നതാണ്, വല്ലവർക്ക് വീട് പണി കൊടുക്കുന്നത് നല്ലതാണ്, എല്ലാം നല്ലതാണ്. പക്ഷേ അതെല്ലാം വിശ്വസ്തയിൽ നിന്നുള്ള കാര്യമായിരിക്കണം. വിശ്വസ്തയിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കാരുണ്യപ്രവൃത്തികൾ വല്ലവർക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമായി തീരുന്നതാണ്. മൂന്നാമതായിട്ട് വിശ്വസ്തതയും കാരുണ്യമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വെക്കേണ്ടത് സ്നേഹം മാത്രമാണ്. സ്നേഹമാണ് വലുത്, നമുക്കറിയാമല്ലോ. ആ സ്നേഹം അതാണ്. അപ്പോൾ ദൈവം തന്റെ യുവത്വം കാത്തു സൂക്ഷിക്കുന്നത് വിശ്വസ്തതയിലും കാരുണ്യത്തിലും സ്നേഹത്തിലുമാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പോകും. യുവതിയുവാക്കന്മാരും ബാക്കിൽ എങ്ങനെ പോയോ? കർത്താവും എന്തിൽ മാത്രമായിരിക്കുള്ളൂ? യുവത്വത്തിൽ മാത്രമായിരിക്കുള്ളൂ. യുവത്വത്തിന്റെ കാതൽ എന്ന് പറയുന്നത് എന്താണ്? 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? യുവത്വത്തിന്റെ കാതൽ, വിശ്വസ്തത, കാരുണ്യം, സ്നേഹം. വിശ്വസ്തത, കാരുണ്യം, സ്നേഹം. ഈ 3 കാര്യങ്ങളിലുമാണ് ദൈവത്തിന്റെ യുവത്വം നിൽക്കുന്നത്. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടികള്, യുവതിയുവാക്കന്മാര്, മുതിർന്നവര്, നിങ്ങളുടെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എന്നും യുവത്വമുള്ളതായിരിക്കും. 90 വയസ്സായാലും എന്തായിരിക്കും? യുവത്വമുള്ളവരായിരിക്കും. അങ്ങനെ ജീവിച്ചു പോകുന്നത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ടാണ് ചില അമ്മച്ചിമാരും അപ്പൂവന്മാരും ഒക്കെ മരിച്ചു കിടക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് കിടക്കുന്നതാണ്. എന്താണ് കാരണം? മരിച്ചു കിടക്കുമ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അവര് വിശ്വസ്തമായി ജീവിച്ചതുകൊണ്ടാണ്. അവർക്ക് ഇടയിൽ ഒരു മാജിസില്ല, ഒരു തെറ്റില്ല, ഒരു കളങ്കമില്ല. അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ
ജീവിതം മുഴുവനും മാറ്റിവെച്ച് കാണിക്കുന്ന ഈ കുടുംബത്തിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ ഇവരിലൊക്കെ ഈ 3 സവിശേഷമായ ഗുണങ്ങൾ വളർത്തി അവരെ യുവത്വത്തിൽ നിർത്തേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. അത് പഠിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം യുവതിവാക്കന്മാർക്കുണ്ട്. അത് പകർന്നു കൊടുക്കുന്നതിലേക്ക് വേണ്ടി യുവാക്കന്മാർ ഒരുമിച്ച് കൂടി സെമിനാറുകളും മറ്റൊരു ക്ലാസ്സുകളൊക്കെ ഓർഗനൈസ്ഡ് ആയിട്ടുണ്ട്. അങ്ങനെ പോയി മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ലോകത്തിൽ നമുക്ക് നല്ലതൊക്കെ വിളിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഈ ലോകം വച്ചു നീട്ടുന്ന ഈ കണ്ണം ചിപ്പിക്കുന്ന ഈ മായാ പ്രപഞ്ചത്തിലേക്ക് ഓടി നടക്കാൻ വേണ്ടി നിങ്ങൾ പോകരുത്. അത് ശരിയാകില്ല. ഇപ്പോഴിതാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധിയുടെ ലോകം എത്തിയിരിക്കുകയാണ്. നിർമ്മിത ബുദ്ധി കൊണ്ട് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും മനുഷ്യനെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഇത് മനുഷ്യന്റെ അന്തസ് ഉയർത്തുന്നതാണോ, അവന്റെ ജീവിത അന്തസ് ഉയർത്തുന്ന പ്രവൃത്തിയാണോ ഈ ഏയിലൂടെ വരുന്നത്? അങ്ങനെയുള്ളതിനെ സപ്പോർട്ട് ചെയ്യാനും സ്വീകരിക്കാനും ബാക്കിയുള്ളതിനൊക്കെ നിരാകരിക്കുവാനും നമുക്ക് സാധിക്കണം. നിരാകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ, നിർമ്മിത ബുദ്ധിയിലൂടെ മറ്റൊരു ലോകം പുറപ്പെട്ടു വരും. അവിടെ മനുഷ്യന്റെ ജീവിത അന്തസ്സ് നഷ്ടപ്പെട്ട് മൃഗത്തിന്റെയും അതോടൊപ്പം തന്നെ ഈ യന്ത്രങ്ങളുടെയൊക്കെ ഒരു ലോകം ഈ ലോകത്തിലുണ്ടാകും. അവിടേക്ക് ബോധപൂർവം ഇടപെട്ട് പോകാൻ വേണ്ടിയുള്ള ചലഞ്ചസ് ഇന്ന് യുവതിവാക്കന്മാരിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പ ഈ ലോകത്തോട് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ കാലഘട്ടത്തിൽ തൊഴിലിന്റെ മാഹാത്മ്യത്തെ ഇല്ലാതാക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി കടന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള പഠനവും അതിനെക്കുറിച്ചുള്ള വ്യക്തമായുള്ള സഭയുടെ കാഴ്ചപ്പാടും നൽകുന്നതിലേക്ക് വേണ്ടി ഞാൻ പരിശ്രമിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ലിയോ 13 പാപ്പ അദ്ദേഹം തൊഴിലിന്റെ മാഹാത്മ്യത്തെക്കുറിച്ചുള്ള ചാക്രിക ലേഖനം, റേനും നൊവാരും ചാക്രിക ലേഖനം അദ്ദേഹം എഴുതി. അതിനെ പിന്തുടർന്നുകൊണ്ട് ഇന്ന് തൊഴിൽ നഷ്ടപ്പെട്ടു പോകുന്ന, മനുഷ്യ അന്തസ് നഷ്ടപ്പെട്ടു പോകുന്ന ഈ അവസ്ഥയിൽ ഈ നിർമ്മിത ബുദ്ധിയുടെ കടന്നുകയറ്റം എങ്ങനെയാണ് ഈ തൊഴിൽ മേഖലകളെ മനുഷ്യ അന്തസ്സിലേക്ക് ബാധിക്കുന്നത്, അതിനെതിരായിട്ട് ശബ്ദം ഉയർത്താൻ വേണ്ടി, അതിനെതിരായിട്ട് വ്യക്തമായ ദിശാബോധം നൽകുന്നതിലേക്ക് വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്ത ഒരു കോപ്പാണ്, ഈ കാലഘട്ടത്തിലെ ഒരു കോപ്പാണ് നമ്മുടെ ലിയോ പാപ്പ. ഇതൊക്കെ അറിയുവാനും ഗ്രഹിക്കുവാനും സാധിക്കണം. അല്ലാതെ യുവതിവാക്കന്മാരിലൂടെ ജീവിച്ചുകൊണ്ട് എനിക്കൊരു തൊഴിൽ വേണം, അതിലേക്ക് വേണ്ടി ഞാൻ നേഴ്സാണ് എന്ന് പറഞ്ഞ് നേഴ്സിംഗ് പണി മാത്രം പഠിച്ചിരുന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റും എന്നാരും ചിന്തിക്കരുത്. നേഴ്സിംഗ് പണിയിൽ സമ്മതിട്ട് വരിക്കും. അതുകൊണ്ട് കഞ്ഞിക്കറിയൊക്കെ വെച്ചൊക്കെ കഴിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ഡോക്ടറായി കഴിഞ്ഞാൽ എല്ലാം നേടി, അതല്ല ജീവിതം എന്ന് പറയുന്നത്. ഡോക്ടറാണ്, ഒരു പണിക്ക് വേണ്ടി ഡോക്ടറാകണം. അല്ലാതെ എനിക്കൊരു എഞ്ചിനീയർ, IAS ആണ്, എല്ലാവരും ഇതിനൊക്കെ ജോലിക്ക് വേണ്ടി നല്ല നല്ല ജോലികളുണ്ട്. പക്ഷേ നമുക്ക് ജോലിക്ക് അതീതമായിട്ട് മനുഷ്യ അന്തസ് വളർത്തുന്ന ജീവിത രീതി അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മളത് ഫോം ചെയ്തെടുക്കണം. അതാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം. അതാണ് ആ വ്യക്തിയെ ഈ ലോകത്തിൽ, സമൂഹത്തിൽ വലിയ വ്യക്തികളായിത്തീരുന്നത്. അങ്ങനെയുള്ള പ്രവൃത്തിയിലേക്ക് പോകണം. അതുകൊണ്ട് തൊഴിലിന് വേണ്ടി ഓടി നടക്കുന്ന, പഠിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരു പ്രവണത ഇന്നത്തെ കുട്ടികളിലും ചെറുപ്പക്കാരിലും ഒക്കെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പള്ളിയിൽ വരില്ല. ഇന്ന് അച്ഛൻ പറയുണ്ടായി, പള്ളിയിൽ കുർബാന വെച്ചു, യുവജനങ്ങൾക്കാണ്. യുവജനങ്ങൾക്ക് പള്ളിയിൽ കുർബാന വെച്ച സമയത്ത് എത്ര ഉണ്ടായിരുന്നത്? 4-5 പേരാണ് യുവതിവാക്കന്മാരായിട്ട്. 4-5 പേർ. ഇവർക്ക് യുവത്വത്തിന്റെ പ്രായത്തിൽ എത്താൻ വേണ്ടി ഇവരെ സഹായിച്ചതാരാണ്? ദൈവം. അപ്പോൾ ദൈവത്തെ മറന്ന് കുഞ്ഞെ ജീവിക്കരുത് എന്നുള്ള പാട്ടുണ്ട് അല്ലേ? അപ്പോൾ ദൈവത്തെ മറന്ന് നമുക്കിപ്പോഴും പഠിച്ച് ഞാൻ എഞ്ചിനീയറാകും, ഡോക്ടറാകും, ഒക്കെ എല്ലാം ആകുമായിരിക്കും. പക്ഷേ ഡോക്ടറായതിനു ശേഷം ഡോക്ടർ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിസേറിയൻ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് കത്രി ഉപയോഗിച്ച് സിസേറിയൻ നടത്തി. പക്ഷെ ഡോക്ടറായി എന്നുള്ളതാണ്. കത്രി എടുക്കാൻ മറന്നുപോയി. അത് വയറ്റിന്റെ ഉള്ളിൽ കുത്തി തച്ചിടത്ത് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും ആ ഡോക്ടറിന്? അതോടെ ആ ഡോക്ടറിന്റെ പണി പോകുന്നതാണ്. അപ്പോൾ വ്യക്തത, വിവേകവും വ്യക്തതയൊക്കെ തരണമെങ്കിലും ബുദ്ധി കൃത്യമായി നിർത്തണമെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ്. ഇതൊക്കെ ഉണ്ടാകാതെ എന്നെ സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പറേഷനോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകണം. അതുകൊണ്ട് ഈ ലോകത്തിൽ എല്ലാവരും പറയുന്ന കാര്യമുണ്ട്. അബ്ദുൽ കലാം പറഞ്ഞതിൽ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തത് ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ടാണ്. കാരണം ദൈവത്തിൽ ആശ്രയിച്ചത് മാത്രമേ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുള്ളൂ. ഒരു കാര്യം അന്വേഷിച്ചിറങ്ങുന്ന സമയത്ത് അടുത്തതെന്താണ് കണ്ടെത്താൻ വേണ്ടി കർത്താവിനോട് ചോദിച്ചിട്ടാണ്, ദൈവത്തിൽ ചോദിച്ചിട്ടാണ് അവർ അന്വേഷണം കണ്ടെത്തുന്നത്. പക്ഷെ നമ്മുടെ ചില ലോക്കൽ യുവതി യുവാക്കന്മാരുണ്ട്. അവർക്ക് ആര് വേണ്ട?
ആര് വേണ്ട? ദൈവം വേണ്ട. പിന്നെ പഠിത്തം എല്ലാ ദിവസവും രാവിലെ ട്യൂഷൻ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഓട്ടമാണ്. ഓടി 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 തലയിലൊന്നും കയറുന്നില്ല, അവസാനം ബുദ്ധിയും കാണുന്നില്ല. കുറച്ച് കാണാപ്പാടങ്ങളൊക്കെ പഠിച്ച് വെറുതെ കിടന്ന് ട്യൂഷൻ. ഇന്നപ്പോൾ ട്യൂഷന് പോകേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ എല്ലാം ട്യൂഷനാണ്. മാതാപിതാക്കൾ പറഞ്ഞിരിക്കുകയാണ് വീട്ടിൽ കിടന്ന ശല്യം, അതൊന്ന് കോട്ടയം എന്ന് പറഞ്ഞുകൊണ്ട് ട്യൂഷൻ ക്ലാസ്സിലേക്ക് പറഞ്ഞേക്കുക. അവിടെ പോയിട്ട് വെറുതെ മുഴുകി അടിച്ചിട്ട് വരും. ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്ന എൻ്റെ ആൾക്കാർ ബാലകര് വാങ്ങിച്ച മാർക്ക് എന്ന് പറയുന്ന ഒരു A+, 2 Aയും 3 D+ഉം ഒക്കെയാണ്. അവരെല്ലാ ദിവസവും ട്യൂഷനും പോയി സ്കൂളിലും പോയി പഠിച്ചവരാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്ന് വരുന്നത്. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ട്യൂഷന് പോകണം. ട്യൂഷൻ പോയി കഴിഞ്ഞാൽ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കണം. സ്കൂളിൽ പോകണം, പഠിക്കേണ്ട കാര്യങ്ങൾ ആവശ്യമുള്ളത് പഠിച്ചെടുക്കണം. അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വെറുതെ സമയം ചെലവഴിക്കുക എന്നുള്ളതല്ല. ഇങ്ങനെയൊക്കെ ചെയ്ത് പോകാൻ വേണ്ടി നിങ്ങളുടെ മനസ്സിനെ വ്യക്തത കാണിച്ചു തരുന്ന ജീവിത രീതി ദൈവത്തിന്റെ ജീവിത രീതിയാണ്, യേശുക്രിസ്തുവിന്റെ ജീവിത രീതിയാണ്. അതിനൊക്കെ ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ പഠിച്ചെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ. അങ്ങനെ നിങ്ങളുടെ ജീവിതം വാർദ്ധക്യത്തിലും യുവത്വം തുളുമ്പുന്ന, ദൈവത്തിന്റെ യുവത്വം തുളുമ്പുന്ന നല്ല വ്യക്തിത്വങ്ങളായിട്ട് വളർത്തിയെടുക്കുവാൻ യുവപ്രായത്തിലെ നിങ്ങളെ സഹായിക്കട്ടെ. അതിന് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് വളർന്നു വരുന്ന ഒരു യുവ തലമുറയെ വളർത്തിയെടുക്കുന്നതിലേക്ക് വേണ്ടി മുതിർന്ന വ്യക്തികൾ നിങ്ങൾ പരിശ്രമിക്കണം. മുതിർന്ന വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകുന്നത്, കുട്ടിയുടെ ഭാഗത്തുനിന്ന്, യുവജനങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെറിയ പാഴശ വന്നിട്ട് പിന്നാലെ പർവ്വതീകരിച്ച് അങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഒരു ആൺപയ്യൻ ഒരു പെൺകുട്ടിയിൽ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കഴിയണം, അവരിതാ കല്യാണം കഴിക്കാൻ പോകും എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇവരെയൊക്കെ ഇങ്ങനെ മോശമാക്കുന്ന പ്രവണത മുതിർന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്നുണ്ട്. ഇനി ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഒരു പ്രേമം എന്നുള്ളത് വിശുദ്ധമായ ഒരു പ്രേമമാണ്. വിശുദ്ധമായ ഒരു പ്രേമം 13-14 വയസ്സ് മുതലേ തുടങ്ങുന്നതാണ്. അങ്ങനെ വിശുദ്ധമായ പ്രേമത്തിലേക്ക് എത്തി അവർ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളെ നമ്മൾ ബോധപൂർവം കാണുകയും അതിലേക്ക് വേണ്ടി ബോധപൂർവം ഒരുക്കുകയും ആ കുട്ടികൾ ബോധപൂർവമാണോ ഇങ്ങനെയുള്ള അവർ വിശുദ്ധമായ സ്നേഹം കണ്ടെത്തുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് കണ്ടത് ഉടനെ പ്രതികരിക്കുകയല്ല, ജീവിതത്തിൽ നല്ല കാര്യങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടി മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ജീവിതത്തിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ കല്യാണ പ്രായമാകുന്ന സമയത്ത് 24-25 വയസ്സ് കഴിച്ച് മാതാപിതാക്കൾ ഓടി നടക്കും മക്കളെ കെട്ടിച്ചുവിടാൻ വേണ്ടി. അപ്പോൾ പറയും എനിക്ക് അയ്യോ സ്നേഹമൊന്നും ഇപ്പോൾ വരുന്നില്ല, പഴയതുപോലെ സ്നേഹമൊന്നുമില്ല, അതൊക്കെ വറ്റിപ്പോയി എന്നൊക്കെ പറയും. അപ്പോൾ സ്നേഹം ഹൃദയങ്ങളിൽ നിന്ന് പറ്റാതെ ആൺകുട്ടികൾ പെൺകുട്ടികൾ സൂക്ഷിക്കേണ്ടതാണ്. അത് വിശുദ്ധമായ സ്നേഹമാണ് കണ്ടെത്താൻ വേണ്ടിയും അവർക്ക് സാധിക്കണം. അല്ലാതെ സ്നേഹം വറ്റി വരണ്ട് ഉണങ്ങിപ്പോയവർക്ക് സ്നേഹമായി തീരാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ യുവപ്രായത്തെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തു പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് തിളങ്ങി വരുന്നത് തിരുമുഖമാണ്. ആ തിരുമുഖം മറ്റുള്ളവർ കാണണം, നിങ്ങൾ കാണിക്കില്ല, മറ്റുള്ളവർ കണ്ടിട്ട് പറയണം ഇവരുടെ മുഖത്തിന് തിരുമുഖമുണ്ട്, ഇവന്റെ മുഖത്തിന് തിരുമുഖമുണ്ട് എന്ന് കാണുവാൻ പറയാൻ കണ്ടത് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വിജയിച്ചു. അങ്ങനെ പോകട്ടെ ആശംസിച്ചുകൊണ്ട് തിരുമുഖം 2K25 ഞാനിവിടെ ഔപചാരിക ഉദ്ഘാടനം ചെയ്തു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുവാനായി മുൻ KCY പ്രസിഡന്റ് അനീഷിനെ ക്ഷണിക്കുന്നു. തിരുമുഖം 2025 ഉദ്ഘാടനം നിർവഹിച്ച മോൺസിഞ്ഞർ K. പീറ്റർ അച്ഛൻ, അധ്യക്ഷ പ്രസംഗം ചെയ്ത അരുൺ അച്ഛൻ, ആശംസ സന്ദേശം നൽകിയ അരുൺ അച്ഛൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, തിരുമുഖം. കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് ഇതേ ദിവസം ഞാൻ കുറേ വേർത്തൊരു സമയമായിരുന്നു. എനിക്കിപ്പോൾ അവിടെ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഓർമ്മയായിരുന്നു. ഞാൻ ടെൻഷനൊക്കെ അടിച്ച് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. കാരണം വേർത്ത് അത്രയ്ക്ക് ആ ഒരു സമയം എൻ്റെ കയ്യിലെങ്ങനെ ഞാൻ കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. യുവജനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പുറവനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം യുവജനങ്ങളുള്ള ഒരു ദേവാലയമാണ് നമ്മുടെ ആനപ്പാറ ഇടവക. പക്ഷെ എൻ്റെ മുന്നിൽ നിന്ന് എത്ര പേര് ഇരിക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ 50 പേര് പോലും എന്നെ തെറ്റിപ്പെടുത്താൻ കാണില്ലല്ലേ. അമ്മമാരൊക്കെ ഉണ്ടല്ലേ ഇവിടെ? അമ്മമാരുടെ മക്കളെല്ലാവരും ഇവിടെ ഉണ്ടോ? എല്ലാ മക്കളിവിടെ ഉണ്ടോ? ഇരിക്കുന്ന അമ്മമാരുടെ പകുതിയും കാണില്ലല്ലേ. അപ്പോ നമുക്കൊരു പ്രോഗ്രാം തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ
യുവജനങ്ങളുടെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ യുവജനങ്ങൾക്ക് ഇപ്പോ സിനിമ പാട്ടൊക്കെ നിർത്തലാക്കിയല്ലേ? എന്തുകൊണ്ടാണ് നിർത്തലാക്കിയെന്ന് ആർക്കെങ്കിലും അറിയാവോ? എല്ലാരും കുറ്റം പറയുന്നുണ്ട് പറയാം അല്ലേ? സിനിമ പാട്ട് പാടില്ല 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 എന്ന്. ദൈവത്തിന് സിനിമാ പാട്ടൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ദേവാലയത്തിനുള്ളിൽ സിനിമാ പാട്ട് എന്തിനാണ് ദൈവത്തിനെ പാടാൻ? സിനിമാ പാട്ട് നമുക്ക് സ്കൂളുകളിൽ അവസരമുണ്ട്, നമുക്ക് ക്ലബുകളിൽ അവസരമുണ്ട്. ദേവാലയത്തിനുള്ളിൽ ദൈവത്തിന് വേണ്ടി പാട്ട് എഴുതി പാടാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും കഴിവുമുണ്ട്. അതിനുവേണ്ടി നിറയെ ഗാനങ്ങളും നല്ല സോങ്ങുകളും നമുക്കുണ്ടല്ലേ. എന്നാലും നമുക്ക് അങ്ങനെ ഒരു അവസരം ഇല്ലാത്തതുകൊണ്ട് പലരും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നവരും എനിക്കറിയാം. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മക്കളെ എപ്പോഴും കൊണ്ടുവരണം. ഞാൻ ഈയിടയ്ക്ക് ഒരു മതബോധന ക്ലാസ്സിൽ രാവിലെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഒരു ചേച്ചി വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കാര്യം വന്നിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി മോൻ ലേറ്റായിട്ടാണ് വരുന്നത് എല്ലാ ദിവസവും മതബോധന ക്ലാസ്സിന്. അപ്പോൾ ചേച്ചി പറഞ്ഞു അവൻ അങ്ങനെയാണ് 8 മണിക്ക് വരുള്ളൂ. മോൻ 7:30 മതബോധന ക്ലാസ്, 8 മണിക്ക് എത്തിയിട്ട് കാര്യമില്ല. അപ്പോഴത്തേക്കും നമുക്കൊരു പകുതി ക്ലാസ് തന്നെ തീരും. നമ്മുടെ അസംബ്ലിയും എപ്പോഴും ക്ലാസ്സിലേക്ക് എത്തി നമുക്ക് സ്റ്റാർട്ടിങ് ആവും. അപ്പോഴത്തേക്കും ആ ചേച്ചി പറയുന്നത് അവൻ്റെ അടുത്ത് പറയാൻ പേടിയാണെന്ന്, അവൻ്റെ അടുത്ത് സമയത്തിന് എഴുന്നേറ്റ് വരാൻ പറയാൻ പേടിയാണെന്ന്. കാരണം പിന്നീട് അങ്ങനെ പറഞ്ഞവൻ പിന്നീട് അവൻ ക്ലാസ്സിന് വരില്ല. അതാണ് നമ്മുടെ യുവതലമുറ ഇപ്പോഴത്തെ അല്ലേ? തീ ചോര തിളച്ച് നിൽക്കുക എന്ന് പറയില്ലേ, ആ ഒരു സമയം. അപ്പോൾ നമുക്ക് ഒന്നും പറയാനും പറ്റില്ല അവരുടെ അടുത്ത്. പക്ഷെ നയത്തിൽ കൊണ്ടുവരാൻ വേണമല്ലേ? ദിവ്യബലിക്ക് അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ ദിവ്യബലി സമയത്ത് ഞായറാഴ്ചകളിൽ ആരും ഉണ്ടാവാറില്ല. ഞായറാഴ്ചകളിൽ ഞാനൊക്കെ നിൽക്കുന്നിടത്ത് ചിലപ്പോഴൊക്കെ ഫ്രീ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മാത്രം നിൽക്കുന്ന കണ്ടിട്ടുണ്ട്, 1-2 പേര് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. ചില സമയത്ത് ആൾക്കാർ കാണും. ഏറ്റവും കൂടുതലും നമ്മുടെ യുവജനങ്ങൾ എപ്പോഴും പള്ളിയിൽ വരുന്ന ഒരേ ഒരു കാര്യത്തിനാണ്. എന്തിനാണെന്നറിയാവോ? അച്ഛൻ കുറച്ച് മുമ്പ് പറഞ്ഞോളൂ, വിവാഹ സമയത്ത് അച്ഛൻ ലെറ്റർ വേണം, കല്യാണം കഴിക്കണം, അച്ഛൻ പറഞ്ഞ് കുർബാനയ്ക്കുക അല്ലേ? അപ്പോഴത്തേക്കും കുർബാനയ്ക്ക് കണ്ടിട്ടില്ലാത്ത പല മുഖങ്ങളും നമ്മൾ കാണും ആ കുർബാനയുടെ. അപ്പോഴും നമ്മൾ ആലോചിക്കും, ഇതാരും ഇവിടെ ഉള്ളയാണോ നമ്മൾ ആലോചിച്ചിട്ട്. ഞാനും കണ്ടിട്ടുണ്ട് കുറെ പേരെ, അതുകൊണ്ട് എനിക്കറിയാം. ഞാൻ പല തവണ ഞാൻ അടുത്ത് നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ വെളിയിറങ്ങുമ്പോൾ ചിലപ്പോൾ ജിനുസാറൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ ജിനുസാറിനെ ചോദിക്കുമ്പോൾ അവിടെ ഉള്ളതാണ്, ഞാൻ കണ്ടിട്ടുണ്ടാവില്ല, എൻ്റെ ജൂനിയർ ബാച്ചാണ്. ചില സമയത്തൊക്കെ ഞാൻ കണ്ടിട്ട് ഇങ്ങനെ നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് യുവജനങ്ങളിൽ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ഒരു വർഷം നിറയെ മാറ്റങ്ങൾ നമുക്ക് ഇതിനകത്തുണ്ടായി. പെട്ടെന്നായിരിക്കും നമ്മുടെ മക്കള് ചേഞ്ച് ആവുന്നത്. ഒരു ചെറിയൊരു പ്രോഗ്രാം കൊണ്ട് നമ്മുടെ മക്കൾ ചേഞ്ച് ആയൊരു കഥയുണ്ട്. നമ്മുടെ രൂപതാ പരിപാടിക്ക് പോയിട്ട് നമുക്ക് ആവശ്യമില്ലാത്തതായിരുന്നത്, പക്ഷെ വീണ്ടും ഇടപെട്ട് അത് നമ്മളായിട്ട് തന്നെ കൊളവാക്കിയെന്നാണ് ഞാൻ അറിയുന്നത്. പക്ഷെ ആ ഒരു ചോരത്തിളപ്പല്ലേ നമ്മുടെ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചോര ഇങ്ങനെ തിളച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ശാന്തരാക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ അവനെ കാത്തുകൊള്ളണേ, അവൻ എടുത്തു ചാട്ടമൊന്നും കാണിക്കല്ലേ. നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ? മാതാപിതാക്കള് ആരും പ്രാർത്ഥിക്കാറില്ല. ദൈവമേ അവനെ കാത്തുകൊള്ളണേ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം വരും. ചിലർ പ്രാർത്ഥിക്കാറില്ലല്ലേ? നമ്മളെ മക്കളെ എപ്പോഴും പറയേണ്ട കാര്യം പ്രാർത്ഥന, മറ്റുള്ളവരെ സഹായിക്കുക, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് മെനിഞ്ഞാന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ 1 മണിയാവും രാത്രി. അപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിശപ്പുണ്ട്, വൈഫ് കൂടെയുണ്ട്. അപ്പോൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി വീട്ടിൽ പോയൊന്നും കാണില്ല. അപ്പോൾ ഞാൻ വൈഫും കൂടെ ജസ്റ്റ് ഒന്ന് റോഡിൽ ഇങ്ങനെ കറങ്ങിയായിരുന്നു. മലയങ്കാവ് വരെ പോയി. മലയങ്കാവ് പോയപ്പോൾ ഒരു തട്ടുകട കിട്ടി. അപ്പോൾ ഫുഡ് കഴിക്കാന്ന് വെച്ച് കയറി അവിടെ ഇരുന്നപ്പോൾ ഒരു അപ്പുനമ്മ നടത്തുന്ന കടയാണ്. അവിടെ ഗൂഗിൾ പേ ഇല്ല. എൻ്റെ കയ്യിൽ ഗൂഗിൾ പേയിലാണ് പൈസ. അതായത് ഫോണിൽ ഇപ്പം നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം ഫോണിലാണല്ലേ കൂടുതൽ. കയ്യിലധികം വെച്ചിരിക്കില്ല. എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു, 0 ബാലൻസ് കയ്യിൽ, അക്കൗണ്ടിൽ മാത്രം പൈസ. അപ്പോൾ കയറി കഴിക്കായിരുന്നു. വൈഫിനെ വിശന്ന് നന്നായിട്ടിരുന്നു. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഓർഡർ ചെയ്തു ഫുഡ് ഓർഡർ ചെയ്തിട്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് കയ്യിൽ പൈസ ഇല്ലല്ലോ. അവിടെ നോക്കിയപ്പോൾ ഗൂഗിൾ പേയുടെ ഒന്നും കാണാനില്ല. ഒരു ചെറിയ തട്ടുകടയാണ്. അപ്പോഴത്തേക്കും ഞാൻ ദൈവമേ പൈസ ഇല്ല എന്ന് പെട്ടെന്ന് മനസ്സ് വിചാരിച്ചു. അപ്പോഴത്തേക്കും വൈഫ് എന്റെ മുഖത്ത് ഇടുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു പൈസ എടുത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വൈഫ് ഉടനെ പറഞ്ഞ് ഓർഡർ ക്യാൻസൽ ചെയ്യാം, പോവാന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്കും നല്ല വിശപ്പുണ്ട്. രാത്രി 1 മണിയാണ്. വീട്ടിൽ ചെന്നാലും പട്ടണി. പിറ്റേ ദിവസം രാവിലെ എന്തെങ്കിലും കിട്ടുള്ളൂ. പക്ഷെ ഞാൻ ദൈവമേ എന്ന് വിളിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഐഡിയയില്ല. കാരണം രാത്രി 1 മണിയാണ്, ആരെ വിളിച്ചാലും കിട്ടില്ല പൈസ കൊണ്ടുവരാൻ. അപ്പോഴത്തേക്ക് ഞാൻ വൈഫിനോട് ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ നോക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ വണ്ടിയിൽ ജസ്റ്റ് ഞാൻ സാധാരണ പൈസ ഇടാറില്ല ഒരിക്കലും.
ഞാൻ ഇടുന്നത് 1 രൂപ 2 രൂപ തൊട്ട് ചില്ലറ മാത്രമേ ഞാൻ അതിനകത്ത് ഇടുള്ളൂ. കാരണം വലിയ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ആരെങ്കിലും എടുത്തോണ്ട് പോകും. കാരണം ഞാൻ അങ്ങനെ വണ്ടി ചുമ്മാ എവിടെയെങ്കിലും സൈഡിൽ വെച്ചാലും ആരെങ്കിലും എടുത്തോണ്ട് പോകുന്ന ഒരു സൈസാണ് എൻ്റെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ. അപ്പോഴത്തേക്ക് ഒരു ചുമ്മാ ഒന്ന് പോയി ഞാൻ ജസ്റ്റ് നോക്കി. ആദ്യ തറ തുറന്നു, അതിനകത്ത് നിന്ന് എനിക്കൊരു 10 രൂപ കിട്ടി എല്ലാം കൂടെ. രണ്ടാമത്തെ തറ തുറന്നു, അതിനകത്തൊന്നുമില്ല, കാലിയായിരുന്നു. എനിക്ക് അതിനകത്ത് നിന്ന് എൻ്റെ ഒരു ടൂൾസ് മാത്രം കിട്ടി, ടെസ്റ്റർ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനെ അവിടെ വെച്ചു. മൂന്നാം തറ തുറന്നപ്പോൾ അതിനകത്ത് നിന്ന് എനിക്കൊരു 100 രൂപ കിട്ടി. ഞാൻ സാധാരണ 10 രൂപ പോലും ഞാൻ അതിനകത്തിടാത്തത് എങ്ങനെ ആ 100 രൂപ എനിക്ക് അവിടെ വന്നെന്ന് എനിക്കൊരു പിടി. ആ പൈസ എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ആദ്യം ദൈവമേ എന്നാണ് വിളിച്ചത്. കയ്യിൽ ഇട്ടിട്ട് ദൈവമേ എങ്ങനെ വന്നെന്ന് എനിക്കൊരു പിടിയില്ല അതിനകത്ത്. കാരണം ഞാൻ സാധാരണ വെക്കാറില്ല അതിനകത്ത്. ഞാൻ 10 രൂപ പോലും അതിനകത്ത് വെക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ വണ്ടിക്കകത്ത്. ആ 100 രൂപ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അറിയാതെ ദൈവമേ എന്ന് വിളിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു 100 രൂപ കിട്ടിയെന്ന് പറഞ്ഞ് വൈഫിനടുത്ത് വന്നു. വൈഫിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മള് കൂടുതൽ ദൈവത്തോട് അടുത്ത് നിന്നാലേ ദൈവം നമുക്ക് വഴി കാണിച്ചു തരും അല്ലേ. ഞാൻ അത്രയ്ക്ക് വിശന്ന് നിന്നതാണ്. വിശന്ന് 1-1.5 വിശപ്പായിരുന്നു. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അന്നത്തെ വിശപ്പൊക്കെ രാത്രി എന്ന് പറയുമ്പോൾ. അപ്പോഴത്തേക്കും നമ്മൾ വിശന്നിരിക്കുന്ന സമയം ദൈവം വഴി നമുക്ക് കാട്ടും. യുവജനങ്ങൾക്കും മാത്രമല്ല കുട്ടികൾക്കായാലും അമ്മമാർക്കായാലും ദൈവത്തോട് എത്ര അടുത്തിരിക്കുന്നു അത്രത്തോളം ദൈവം നമ്മളെ എന്ത് ചെയ്യും, വഴി നടത്തുമെന്നുള്ള ഒരിതാണ്. നമുക്ക് ഏറ്റവും ആവശ്യം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് എത്താൻ സാധിക്കുകയുള്ളൂ. നമ്മളെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടത്തുന്ന എത്ര പേരുണ്ടാവും? കുറവാണല്ലേ. നമ്മള് BCCകളിൽ പോയി കഴിഞ്ഞാലും നമ്മുടെ യുവജനങ്ങൾ കുറവാണ് അവിടെ. കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് ഞാൻ BCCകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് യുവാക്കൾ കുറവാണ്. ഏറ്റവും കൂടുതൽ കുറച്ച് യുവാക്കൾ മാത്രമാണ് അവിടെ പങ്കെടുക്കുന്നത്. അത് ഇങ്ങനെ പോയാൽ നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അവസരമായിരിക്കും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മക്കളെ നേരെ വഴിക്ക് തന്നെ എടുത്തുകൊണ്ട് വരണം. കുടുംബ പ്രാർത്ഥനയിൽ ആദ്യം ഇരുത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുടുംബയോഗങ്ങൾക്ക് വിളിച്ചാലും നമ്മുടെ മക്കൾ വരും. കുടുംബയോഗത്തിന് വന്നാലേ ദേവാലയത്തിനും വരുള്ളൂ. ദേവാലയത്തിൽ വരുന്ന വ്യക്തികളെ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. ചില പയ്യന്മാരായാലും യുവതികൾക്കായാലും വന്നു ജസ്റ്റ് തല കാണിച്ചു, ഞാൻ വന്നു എന്ന് കാണിച്ചിട്ട് ഒരു ഒപ്പ് പോലെ ഇട്ടിട്ട് പോകുന്ന പലരും അതിനകത്തുണ്ട് അല്ലേ. വന്ന് നിന്ന് പോകുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിലെപ്പോഴും നമ്മുടെ മക്കളെയൊക്കെ ഓർക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ യേശുവിന്റെ തിരുമുഖം അല്ലെ, തിരുമുഖം മറ്റുള്ളവരിലെ കാണണമെങ്കിൽ, ദൈവത്തിന്റെ തിരുമുഖം കാണണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ തിരുമുഖം 2025 UK25 ഇതിലേക്ക് ആശംസ പറയാൻ ഒരവസരം തന്ന KCVന്റെ പ്രതിനിധികൾക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു. നന്ദി. ശാസ്ത്രീയ സാങ്കേതിക മന്ത്രാലയത്തിൽ നിന്നും സ്കോളർഷിപ്പ് കരസ്ഥമാക്കി. 2021 CSR നെറ്റ് പരീക്ഷയിൽ 105 റാങ്ക് ലഭിച്ചു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കൗൺസിൽ ഓഫ് സയന്റിഫിക് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആൻഡ് നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറി ഗസറ്റർ ആൻഡ് കേഡർ സെക്ഷൻ ഓഫീസറായി ബാംഗ്ലൂരിൽ നിന്നും സേവനം അനുഷ്ഠിക്കുന്നു. ഇടവ പ്രവർത്തനങ്ങളിൽ അൽപാലകനായും മതബോധന പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. ഐസർ തിരുവനന്തപുരം ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി പ്രവർത്തിക്കുന്നു. ഇതിനെ KCVന്റെ സിംഹാദരവ് നൽകുവാൻ ക്ഷണിക്കുന്നു. സമ്മാനം നൽകാനായി ഇടവ വികാരി റവറൻഡ് ഡോക്ടർ മോൺസിഞ്ഞോർ വിൻസെന്റ് പുത്രനെ ക്ഷണിച്ചുകൊള്ളു. സമ്മാനം ഏറ്റുവാങ്ങാനായി
രാജേന്ദ്രൻ സാറിനെ ക്ഷണിച്ചത്. രാജേന്ദ്രൻ സാറ് എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഞങ്ങൾ വെള്ളട സ്കൂളിൽ ഒരുമിച്ചാണ് പഠിച്ചത്. ഞങ്ങൾ ഉച്ചയ്ക്ക് എല്ലാ ദിവസവും കിളിത്തട്ട് കളിക്കാൻ വേണ്ടി പോകും. കിളിത്തട്ട് എനിക്ക് അറിയാമെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ ബാച്ചുകാര് ഇവിടെ കിളിത്തട്ട് കളിക്കാൻ വേണ്ടി ഉടനെ ആരംഭം വിളിക്കുകയാണ്. കിളിത്തട്ട് അപ്പോൾ സാറ് ഇങ്ങനെ ജീവിതത്തിലെ വിശ്വാസം സ്വീകരിച്ച് ഇടവകയിൽ സേവനം ചെയ്ത് കുരിശുമലയിൽ സേവനം ചെയ്ത് 2 മക്കൾക്ക് ജന്മം നൽകി ഇന്നൊരാള് സേവന രംഗത്ത് വലിയ ഒരു വ്യക്തിയായിട്ട് ഉയർന്നു പോയിരിക്കുകയാണ്. എൻ്റെ ക്ലാസ്മേറ്റ്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റായ ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വീണ്ടും പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാണ് എൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അനേക വ്യക്തികൾ വളർത്തിയെടുക്കാൻ വേണ്ടി പ്രോത്സാഹനം നൽകുന്നത് വലിയൊരു ഉദ്ദേശം. കിട്ടിയ കഴിവും സ്ഥാനത്ത് ഉപയോഗിച്ച് സ്വന്തം മക്കളെ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഉന്നതിക്ക് വളർത്തിയെടുക്കുന്നുള്ളത് കുടുംബജീവിതമായിട്ട് ഉത്തരവാണ്. അതിനെ കൃത്യമായി നിർവഹിച്ച രാജേന്ദ്രൻ സാറിനും താൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും പ്രത്യേകിച്ച് മകൻ രാഖി സെന്റ് ജോൺസ് HSS കുട്ടമോളിൽ SSLC +2 പഠനം പൂർത്തിയാക്കിയതിനു ശേഷം വഴുതക്കാട് വുമൻസ് കോളേജിൽ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറും MA ഫിലോസഫിയും കരസ്ഥമാക്കി. ഇപ്പോൾ കുന്നത്തുകാൽ KSF ബ്രാഞ്ചിൽ ഓഫീസ് അറ്റൻഡറായി സേവനം അനുഷ്ഠിക്കുന്നു. ഇടവക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യവും KCYM അക്കൗണ്ടന്റും ആയി സേവനം അനുഷ്ഠിച്ചു. സ്നേഹാദരവ് ഏറ്റുവാങ്ങാനായി രാഗയെ ക്ഷണിച്ചു കൊടുക്കുന്നു. ചുരുളി സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിൽ ശ്രീ ആൽഫ്രഡിന്റെയും ശ്രീമതി ലൂർദ് മേരിയുടെ മകൻ അലൻ ആൽഫ്രഡ് സെന്റ് ജോൺസ് HSSൽ +2 പഠനം പൂർത്തിയാക്കിയതിനു ശേഷം സെന്റ് തെരേസസ് നെല്ലിക്കാട് കോളേജിൽ മാത്സ് ബിരുദവും KMN BEd കോളേജിൽ BEdും പൂർത്തിയാക്കി. ഇപ്പോൾ തൃശൂർ വാടാനപ്പള്ളിയിൽ KSFE ജൂനിയർ അസിസ്റ്റന്റായി സേവനം അനുഷ്ഠിക്കുന്നു. ഇടവക പ്രവർത്തനങ്ങളിൽ അൽത്തര ബാലകനായും കൊയർ ലീഡറായും 2018-19 കാലയളവിൽ KCM പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചു. ആദരവ് ഏറ്റുവാങ്ങാനായി അലൻ ആൽഫ്രഡിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ വാർഷിക സമ്മേളനത്തിൽ കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കാനായി ആഞ്ജോയെ ക്ഷണിക്കുന്നു. ഈശ്വരിക്കട്ടെ. ഒരിടത്ത് ഒരു യജമാനന് ഭൃത്യനുണ്ടായിരുന്നു. യജമാനന്റെ ഭൃത്യനും ഒരു ദിവസം അയൽ രാജ്യത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അവർക്കൊരു കാട് കടന്നു വേണം അയൽ രാജ്യത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ കാട് കടക്കുന്നതിനിടയിൽ രാത്രിയായപ്പോഴത്തേക്കും യജമാനൻ ഭൃത്യനോട് പറഞ്ഞു, നമുക്കിന്നിവിടെ താമസിക്കാം, കാടിൽ വസിച്ചെടുത്തതിന് ശേഷം പിറ്റേ ദിവസം യാത്ര തിരിക്കാം. യജമാനൻ ഭൃത്യനും ഒരു കുതിരപ്പുറത്താണ് അയൽ രാജ്യത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. യജമാനന് വലിയ ടെൻഷനായി. രാത്രിയിൽ കുതിര ആരെങ്കിലും മോഷ്ടിച്ചോണ്ട് പോകുമോ എന്നൊരു ഭയം യജമാനന്റെ മനസ്സിൽ വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. യജമാനൻ ഭൃത്യനോട് പറഞ്ഞു, ഈ കാര്യം പറഞ്ഞപ്പോൾ ഭൃത്യൻ പറഞ്ഞു,
രാത്രി 12 മണിക്കൂർ ആവും ഈ കൊടും കാട്ടിനുള്ളിലേക്ക് ഇത്തിരിയെങ്കിലും പ്രകാശം വരാനായിട്ട്. അപ്പൊ ഈ 12 മണിക്കൂർ അവര് ഈ കാടിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടാനായിട്ട്. ഭൃത്യൻ പറഞ്ഞു, ആദ്യത്തെ 6 മണിക്കൂർ ഞാൻ വിശ്രമിക്കാം, അടുത്ത 6 മണിക്കൂർ യജമാനി വിശ്രമിച്ചാൽ മതി. അങ്ങനെ നമുക്ക് 12 മണിക്കൂറും സുഖകരമായിട്ട് പൂർത്തിയാക്കുകയും നമ്മുടെ യാത്ര തുടരുകയും ചെയ്യാം. അങ്ങനെ ആദ്യത്തെ 6 മണിക്കൂർ ഭൃത്യൻ ഉറങ്ങുകയാണ്. ആ സമയം യജമാനൻ കുതിരയ്ക്കും ഭൃത്യനും കാവലിരിക്കുകയാണ്. അങ്ങനെ സുഖകരമായി തന്നെ ആദ്യത്തെ 6 മണിക്കൂർ കടന്നുപോയി. രണ്ടാമത്തെ 6 മണിക്കൂർ ആയപ്പോൾ തന്നെ ഭൃത്യൻ എഴുന്നേറ്റ് യജമാനോട് പറഞ്ഞു, യജമാനെ, ഇനി താങ്കൾ വിശ്രമിച്ചോളൂ, ഞാൻ കുതിരയ്ക്ക് കാവലിരിക്കാം. അങ്ങനെ യജമാൻ സന്തോഷമായി ഭൃത്യൻ കാവലിരുന്നു. യജമാനൻ ഉറങ്ങാനായി ഒരു മരച്ചോട്ടിലേക്ക് പോവുകയാണ്. കുറെ സമയത്ത് ഉറക്കത്തിന് ശേഷം യജമാനൻ ഞെട്ടി എണീറ്റിട്ട് ആലോചിക്കുകയാണ്, തൻ്റെതാണ് ഈ കുതിരയും ബാക്കി സമ്പത്തും സാധനങ്ങളൊക്കെ. അപ്പോൾ രാത്രി ഏതെങ്കിലും കവർച്ചക്കാർ വന്ന് ഇത് തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ തനിക്ക് മാത്രമാണ് നഷ്ടം, അതൊരിക്കലും ഭൃത്യന് അതൊരു നഷ്ടമായി വരികയില്ല. അങ്ങനെ രാജാവ് ഞെട്ടി എണീറ്റ് ഭൃത്യനോട് ചോദിച്ചു, ഭൃത്യ, നീ എന്ത് ചെയ്യാണ്? അപ്പോൾ ഭൃത്യൻ ഉടനെ പറഞ്ഞു, ഞാൻ ഈ മരങ്ങളെയൊക്കെ നോക്കി ഇത് ആരാണ് നട്ടുപിടിപ്പിച്ചതെന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ യജമാനൻ സന്തോഷമായി. കാര്യം ഭൃത്യൻ ഉറങ്ങിയിട്ടില്ല, തൻ്റെ കുതിരയ്ക്ക് കാവലിരിക്കുകയാണ്. അയാൾക്ക് ഇപ്പോഴും തൻ്റെ കാര്യങ്ങളിൽ അത്ര ശ്രദ്ധയുണ്ട് എന്നുള്ള കാര്യം യജമാനൻ മനസ്സിലായി. യജമാനൻ പിന്നെയും ഉറക്കത്തിലേക്ക് പോവുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ യജമാനൻ പിന്നെയും ഞെട്ടി എണീറ്റു. ഭൃത്യനോട് ചോദിച്ചു, താങ്കൾ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ഭൃത്യൻ എഴുന്നേറ്റ് പറഞ്ഞു, ഈ ആകാശത്ത് ഇത്രയും നക്ഷത്രങ്ങൾ ആരാണ് ഈ പടച്ചു വിട്ടിരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെയും നമ്മുടെ യജമാനന് സന്തോഷമായി. ഭൃത്യൻ ഉറങ്ങിയിട്ടില്ല, ഇപ്പോഴും കാവലിൽ തന്നെയാണ്. കുറെ സമയം യജമാനൻ പിന്നെയും ഉറങ്ങി. എഴുന്നേറ്റപ്പോഴത്തേക്കും പിന്നെയും ഭൃത്യൻ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. യജമാൻ പിന്നെയും ചോദിച്ചു, ഭൃത്യ, നീ ഇപ്പോഴെന്താ ആലോചിക്കുന്നത്? ഭൃത്യൻ ഒരു ദീർഘ നിശ്വാസം എടുത്തതിന് ശേഷം പറഞ്ഞു, നമ്മൾ രണ്ടുപേരും ഈ കുതിരയ്ക്ക് കാവലിരുന്നിട്ട് ഈ കുതിര എപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. പലപ്പോഴും യുവാക്കളായ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഈശോ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് നമ്മൾ പലപ്പോഴും അറിയാറില്ല. പലപ്പോഴും നമ്മുടെ ഈശോയുടെ അടുത്ത് നിന്ന് ഒരുപാട് ദൂരെ ആയതിനു ശേഷമായിരിക്കും നമുക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നത്. ഇപ്പോൾ യുവാവായി നമ്മൾ ഈശോയിൽ നിന്ന് അകന്നു പോകാതെ എപ്പോഴും ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അതായത് ശ്രദ്ധിക്കാം. എന്റെ കർത്തവ്യത്തിലോട്ട് ഞാൻ കടക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് ആശംസ അധ്യക്ഷനായിരുന്ന ആത്മഹത്യ ചേച്ചിക്ക് നന്ദി പറയുകയാണ്. അടുത്തായി നന്ദി പറയുന്നത് നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് ഒരു യുവതി-യുവാക്കൾ എങ്ങനെ ആയിരിക്കാമെന്നും നമ്മുടെ ജീവിതത്തിൽ മുഴുവനായും എങ്ങനെ യുവാക്കളായിരിക്കാമെന്നും നമുക്ക് പറഞ്ഞു തന്ന നമ്മുടെ അച്ഛനാണ്. അപ്പോൾ വിൻസെന്റ് അച്ഛനും നന്ദി അറിയിക്കുന്നു. അടുത്തായി നമ്മുടെ ആശംസാ പ്രസംഗം നടത്തിയ അനീഷ ആണ്. തന്റെ ജീവിതത്തിലെ ചെറിയ ദൈവ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞ അനീഷനും നന്ദി അറിയിക്കുന്നു. അടുത്ത നമുക്ക് സ്വാഗതം പറഞ്ഞ ആത്മജ ചേച്ചിയാണ്. ചേച്ചിക്കും നന്ദി പറയുന്നു. അത് നമുക്ക് സന്ദേശം അറിയിച്ച അരുണച്ചനാണ്. അരുണച്ചനും നന്ദി അറിയിക്കും. സന്ദേശം നൽകിയ ആശംസ ടീച്ചർക്കും നന്ദി അറിയിക്കും. അഡ്വാൻസ് ടീച്ചർക്കും നന്ദി.